കാവിലമ്മേ, നാഗദൈവങ്ങളെ ആയുരാരോഗ്യ സൗഖ്യം തന്ന് അനുഗ്രഹിക്കണേ. ശംഭോ മഹാദേവ. ദേവകി, കാവില് വിളക്ക് വെക്കുമ്പോ മക്കളെയും കൂട്ടണമെന്ന് പറഞ്ഞിട്ടില്ലേ തന്നോട്? അതെങ്ങനെയാ? നേരത്തും കാലത്തിനും കിട്ടണ്ടേ രണ്ടെണ്ണത്തിന്? എവിടെ പോയി അവറ്റകള്? ആന്തരി ഒരെണ്ണം ഉള്ളത് അക്കരെ വീട്ടില് ടി വി കാണാൻ പോയിരിക്കുക. എന്താ ഇവിടെ ഉള്ളത് കണ്ടിട്ട് തികയണില്ലേ അവന്? ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ, അവിടെ കളറാത്രേ. ആഹൂ, ഇനിയിപ്പൊ കളറും കൂടി കാണാത്ത കുഴപ്പമേ ഉള്ളൂ. മോളോ? അതിന് അവളുടെ തിത്തിത്തെ ഒന്ന് കഴിഞ്ഞിട്ട് വേണ്ടേ? അപ്പൊ ടീച്ചർ പോയില്ലേ ഇതുവരെ? പോവാന്ന് വെച്ചാലും വിടണ്ടേ? ആര്? അച്ഛൻ. അച്ഛൻ എന്തിനാ ടീച്ചറെ പിടിച്ചു വെക്കണേ? കേൾവിക്കല്ലേ കുറവുള്ളൂ. അണ്ണാ മൂത്താലും മരങ്കേറ്റം മറക്കുവോ? കൺപീരികളും തടങ്ങളും പാതി വിടർത്തി കൃഷ്ണമണികൾ പ്രകാശിച്ചു നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇവിടെ നോക്കൂ. സ്പർശനത്തിന്റെയും സുഗന്ധത്തിന്റെയും സുഖമാണ് ഭാവത്തിൽ വരേണ്ടത്. എന്താ ടീച്ചറെ ഇത്? നൃത്താഭ്യാസം കഴിഞ്ഞില്ലേ ഇതുവരെ? അല്ല, അത് പിന്നെ വല്ലെങ്ങന്ന് മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ടാച്ചാ ടീച്ചറ്. അന്തിത്തിരി കൊളുത്തുന്നതിന് മുമ്പ് ക്ലാസ് നിർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ടീച്ചറെ? അല്ല, സ്പർശന സുഖത്തിന്റെ ഭാവം ഗംഗാവതി തറപ്പിച്ചുറപ്പിച്ച് കാണിക്കായിരുന്നു. ആർക്കാ? അച്ഛനാ? അല്ല, നമ്മുടെ കുട്ടിക്കേ. ഇന്നിനി മതി, ടീച്ചർ പോവാൻ നോക്ക്. കലാബോധം ഇല്ല, എന്താ ചെയ്യാ? അച്ഛൻ വല്ലതും പറഞ്ഞോ? ടീച്ചറോട് പോവുമല്ലോ എന്ന് ചോദിച്ചായിരുന്നു. കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന പ്രായമായപ്പോഴാ കിളവിന് ശൃംഗാരം കളിയാക്കണേ. ആരാ തന്തയ്ക്ക് ഈ കുട്ടിക്കുപ്പായിട്ട് കൊടുത്തേ? മാരാത്ത കേശവൻകുട്ടി ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊടുത്തതാ. അവനെ ഒന്ന് കാണട്ടെ. ആദ്യം ഒരു പെട അവനാ കൊടുക്കണ്ടേ. ആരാ ഈ ത്രിസന്ധി? ഞാനാണ്. ആ, കുമാരനോ? എന്താടാ ഈ സന്ധ്യക്ക്? രണ്ടാളും കൂടി പഴയ പോലെ തമ്മിത്തല്ല് കൂടാനാണ് ഭാവെങ്കിൽ നല്ല അടികൊള്ളും. എന്താന്ന് വെച്ചാ വായ തുറന്ന് പറയണ. രണ്ടാമത്തോൾക്ക് ഒരു പെൺകാര്യം വന്നിട്ടേ. ആർക്കാ? കാർത്തികയ്ക്കാ? എന്റെ ഭഗവാനെ, തമ്പുരാന്റെ ഒരു ഓർമ്മയെ. ഓർമ്മയില്ലാണ്ടിരിക്കുവോ? അവക്ക് പേര് വെച്ച തമ്പുരാനല്ലേ. ദീപം. ഭഗവാനെ, കേട്ടില്ലേ? ഇവന്റെ രണ്ടാമത്തെ മോള് കാർത്തികയ്ക്ക് കല്യാണം അത്രേ. എവിടുന്ന്? മൈൻകുളത്തുന്ന ചെറ്റൻ. ബസ്സിലെ കിളിയാ. 10 പവനും 10,000 ഉറുപ്പിയാണ് ചോദിക്കണേ. എല്ലാം കൂടി തൂത്തു പെറുക്കിയ ഒരു 8 പവനും 5,000 ഉറുപ്പിക ഉണ്ടാവും. അതിൽ കൂടുതൽ ഒരു ചില്ലി പൈസ ഞാൻ കൂട്ടിയാ കൂടൂല. എത്രയോ കുട്ടികളുടെ മംഗലം നടത്തിക്കൊടുത്ത ആളാ തമ്പുരാൻ. എന്റെ കുട്ടിക്കൊരു താലുഭാഗ്യം ഉണ്ടാക്കി കൊടുക്കണം. ഞങ്ങളെ കൈവിടരുത്. കുമാരാ, നീ ഉറപ്പിച്ചോ? ഒക്കെ ഭംഗിയായിട്ട് നടക്കും. ഇവള് എന്റെ മോളെ പോലെ തന്നെയാ. ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക, 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജനിച്ചു വളർന്ന് വ്യത്യസ്ത സ്വഭാവമുള്ളവരാ നിങ്ങള്. ദാമ്പത്യ ജീവിതത്തില് പരസ്പരം വിട്ടുവീഴ്ച വേണമെന്നാണ് പറഞ്ഞു വരുന്നത്, അല്ലേ ദേവകി? അതെ.
കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഇവളെയും കരയിപ്പിക്കില്ല. ഇങ്ങോട്ട് വന്നേ. എന്തിനാ? എനിക്കൊന്ന് അനുഗ്രഹിക്കണം. 12 പെറ്റ് 12 കാലം വാഴുക. 12 വേണ്ട, 2 മതി. നമ്മൾ 2, നമുക്ക് 2. ഈ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം. വേണ്ട, ഇനി വൈകണ്ട, പുറപ്പെട്ടോളൂ. വരട്ടെ തമ്പുരാനെ. ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. എനിക്കാണോ? അല്ല, ഗോവിന്ദമേനോനാ. എവിടെയാ ഒപ്പിടണ്ടേ? ദേ ഇവിടെ ഒരു ഒപ്പിടണം. വക്കീൽ നോട്ടീസോ? എന്താ? ഒന്നുമില്ല. LIC-ക്കാരുടെ പ്രീമിയം അടയ്ക്കാൻ. അത് കഴിഞ്ഞ മാസം അടച്ചില്ലേ? ഇല്ല, മറന്നു. ഞാൻ പറഞ്ഞതല്ലേ മറക്കരുതെന്ന്. വല്ലാതെ വേർത്തല്ലോ. ഇതിൽ വിയർക്കാൻ മാത്രം എന്തിരിക്കുന്നു? കുടിശ്ശി അടച്ചാ കാര്യം തീർന്നില്ലേ? ഇങ്ങനെ ചങ്കുറപ്പില്ലാണ്ടായാൽ എന്താ ചെയ്യാ ഗോവിന്ദ? കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കുക. കൂടെ കൊടയെടുത്തോ. എവിടേക്കാ? ഒരാളെ കാണാനുണ്ട്. എന്നോട് നീ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ചതിയോ? പ്രോമിസറി നോട്ട് ബാപ്പയ്ക്ക് ഒപ്പിട്ട് കൊടുത്ത് നിങ്ങൾ തന്നെയല്ലേ? ശരിയാ, നിന്റെ ബാപ്പ മൊയ്തീൻ ഹാജിയെ വിശ്വസിച്ച ഒന്നും എഴുതാത്ത പേപ്പറിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. അതൊന്നും ഞമ്മക്കറിഞ്ഞൂടാ. ബാപ്പ നമ്മൾ ഇത് ഏൽപ്പിച്ചപ്പോ തുക ഇത്ര ഉണ്ടായിരുന്നു. മൂസാക്കുട്ടി, മരിച്ച് തലയുടെ മുകളിൽ നിൽക്കുന്ന ആത്മാക്കളുടെ പേരിൽ കള്ളം പറയരുത്. മൊയ്തീൻ ഹാജി ഒരിക്കലും ഇങ്ങനൊരു ചതി ചെയ്യില്ല, ഉറപ്പാ. എന്നാ ഇനി ഉള്ളത് പറയാലോ. നമ്മൾ തന്നെയാ ചെയ്തത്. പൈസ തരാന്ന് പറഞ്ഞാൽ എത്ര നാളായി നിങ്ങൾ ആളെ ചോദിപ്പാക്കുന്നത്? അപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ കടത്തിന്റെ പേരിൽ എന്റെ പറമ്പിൽ നിന്ന് കൊണ്ടുപോയി തേങ്ങയ്ക്ക് ഒരു വിലയില്ലേ? തേങ്ങ ആ നിങ്ങൾ വാങ്ങിയ പണത്തിന്റെ പലിശയ്ക്ക് കൂടി തികയില്ലാന്ന്. മൂസാക്കുട്ടി, വെറുതെ തൊള്ളയും വിളി ഉണ്ടാക്കണ്ടാന്ന്. കണ്ണ് കണ്ടോന്റെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടാനും വെടിക്കെട്ട് ഉത്സവം നടത്താനൊക്കെ നിങ്ങളുടെ കയ്യിൽ കൈയുണ്ട്. അതൊന്നും എന്റെ കയ്യിൽ ഉണ്ടായിട്ട് ചെയ്യണതല്ല. ചന്ദ്രോത്ത് തറവാട്ടിലെ കാരണവന്മാരായിട്ട് നടത്തി പോരുന്ന കാര്യങ്ങളാ. എന്റെ കണ്ണടയുന്നു വരെയെങ്കിലും അത് ഇല്ലാണ്ടാവണ്ടെന്ന് കരുതി വല്ലവന്റെ നിന്നും കടം വാങ്ങി നടത്തണമെന്നേ ഉള്ളൂ. നിനക്കറിയോ, ദേവയ്ക്ക് പോലും ഇതൊന്നും അറിയില്ല. നിങ്ങളെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും ഞമ്മക്ക് കേൾക്കണ്ട. അങ്ങനെ പറയരുത് മൂസാക്കുട്ടി. ഇത്രയും വലിയൊരു തുക ഞാൻ തരണമെന്ന് പറഞ്ഞാൽ ഈശ്വരൻ പോലും പൊറുക്കില്ല. ദേ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഈ കേസ് നീ പിൻവലിക്കണം. കേസിന്റെ കാര്യമൊക്കെ നമ്മളെ വക്കീലിനോട് പറഞ്ഞാൽ മതി. മൂസാക്കുട്ടി, വേണ്ട, ഈ കാര്യം പറഞ്ഞ് നമ്മളെ കാണാൻ ഇനി വരണ്ട. മിസ്റ്റർ മേനോൻ, നിങ്ങൾ എഴുതി കൊടുത്ത പ്രോമിസറി നോട്ടിന്റെ ഡേറ്റ് ഓഫ് ഗ്രേസും കഴിഞ്ഞ് വീണ്ടും ആ മനുഷ്യൻ 3-4 മാസം കാത്തിരുന്നില്ലേ? വാങ്ങിയ തുകയും അതിന്റെ പലിശയും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഇത് വിശ്വാസവഞ്ചനയാണ്. അതൊന്നും എനിക്കറിയില്ല. എന്റെ ക്ലയന്റിന്റെ കൈവശമുള്ള പ്രോമിസറി നോട്ടിൽ നിങ്ങൾ ഒപ്പിട്ടിട്ടുള്ളതാണ്. ആ തുക കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനുമാണ്. ഒപ്പിടുമ്പോ അതിലൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിച്ചോ. എന്നെ എന്റെ ക്ലയന്റ് ഏൽപ്പിച്ച കേസ് വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. അതിനെന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. അപ്പൊ സത്യത്തിന് ഒരു വിലയില്ലേ? സത്യവും ധർമ്മവും ഒക്കെ അങ്ങ് മോളില്. ഇത് കോടതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആനയും അമ്പാരിയും ഉണ്ടായിരുന്ന തറവാടാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മൂസാക്കുട്ടിയുടെ പണം കൊടുത്തില്ലെങ്കിൽ ചന്ദ്രോത്ത് തറവാട് ജപ്തി ചെയ്ത് വാണിയക്കര കവലയിൽ ചെണ്ട കൊട്ടി ലേലപ്പരസ്യം നടത്തുന്നത് കാണേണ്ടി വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്റെ കാവിലമ്മേ, എന്താ ഉണ്ടായേ? എന്താ ഒരു നിലവിളി കേട്ടത്? എന്താന്ന് അറിയില്ല. എന്തിനാ അച്ഛൻ കരുത്?
എന്റെ കാവിലമ്മേ, എന്റെ കുഞ്ഞിനെന്താ പറ്റിയത്? ഒന്നുമില്ല, അച്ഛനൊന്നുമില്ല മക്കളെ. അച്ഛൻ ദുസ്വപ്നം കണ്ടത്. അങ്ങനെ വരട്ടെ, വെറുതെ അല്ല കണ്ണിൽ കാണിച്ചതാ. കണിയാരെ വന്ന് പ്രശ്നം നോക്കി സർപ്പദോഷം ഉണ്ടെന്നും ദോഷം മാറ്റാൻ കളവെഴുത്തും പാട്ടും നടത്തണമെന്നും പറഞ്ഞ് പരിഹാര പൂജകളുടെ കുറിപ്പണിയും തന്നു പോയിട്ട് നാളെത്രയായി? കാവിലമ്മയുടെ കുടിശ്ശിക പറഞ്ഞാൽ കുളം തോട്ടിക്കും, ഞാൻ പറഞ്ഞേക്കാം. എന്റെ കാവിലമ്മേ, ആയുസിനൊരാപത്തും വരുത്തല്ലേ. ശ്രീപാൽക്കടലിൽ പള്ളി കൊള്ളും ശ്രീനാഗരാജാവേ കളത്തിൽ വാഴ. ശ്രീപാൽക്കടലിൽ പള്ളി കൊള്ളും ശ്രീനാഗരാജാവേ കളത്തിൽ വാഴ. ചിത്രകൂടത്തിലെ നന്മണി നാഗവും ആയുസുമർത്ഥവും നൽകി വാഴ. പാടകമോതിരം താലിയോടെ ഓമനവും നീ വാഴ്ക വാഴ്ക. ഓമനവും നീ വാഴ വാഴ. നാലമ്പലത്തിലെ ശ്രീമൂലകത്ത് നാലങ്കുളത്തിൽ വന്നാടു പാമ്പേ. നാലമ്പലത്തിലെ ശ്രീമൂലകത്ത് നാലങ്കുലത്തിൽ വന്നാടു പാമ്പേ. ഓമന ഉണ്ണിക്ക് നൂറായുസ്സുമായി നാവാർകളത്തിൽ വന്നാടു പാമ്പേ. ആയുരാരോഗ്യമനുഗ്രഹിപ്പാനായി ഉള്ളോന്റെ താളത്തിലാടു പാമ്പേ. ഉള്ളോന്റെ താളത്തിലാടു പാമ്പേ. ശ്രീപാൽക്കടലിൽ പള്ളി കൊള്ളും ശ്രീനാഗരാജാവേ കളത്തിൽ വാഴ. ചിത്രകൂടത്തിലെ നന്മണി നാഗവും ആയുസ്സുമർത്ഥവും നൽകി വാഴ. പാടകമോതിരം താലിയോടെ ഓമനവും നീ വാഴ വാഴ. ഓമനവും നീ വാഴ വാഴ. നല്ലഴകുള്ളൊരു നാഗകണ്ഠേശനായി കൈലാസത്തിൽ നിന്നാടു പാമ്പേ. നല്ലഴകുള്ളൊരു നാഗകണ്ഠേശനെ കൈലാസത്തിൽ നിന്നാടു പാമ്പേ. പൊന്നുണ്ണിത്തമ്പാന് ദീർഘായുസ്സുമായി നാലകത്താടിവാ നാഗയക്ഷി. നാലകത്താടിവാ നാഗയക്ഷി. ആയിരം തലയുള്ള നന്ദനം തക്ഷകൻ വാസുകിമാരുമിങ്ങാടി വാഴ്ക. ആയിരം തലയുള്ള നന്ദനം തക്ഷകൻ വാസുകിമാരുമിങ്ങാടി വാഴ്ക. ആടി വാഴ്ക, ആടി വാഴ്ക, ആടി വാഴ്ക, ആടി വാഴ്ക, ആടി വാഴ്ക, ആടി വാഴ്ക. തൃക്കണ്ണ് അലക്കാൻ കുണ്ടാണ്ടാൻ കറക്റ്റായിട്ട് തൂക്കിയിരിക്കുക. ഇത്തിരി ചോറൂർ ഇട്ടേ മോളെ. അടുത്ത സർപ്പം പാട്ടിൽ നിങ്ങളിൽ ആരൊക്കെ ഉണ്ടാവുന്ന ആർക്കറിയാം? അമ്മേ, ദേ അച്ഛൻ വന്നു. ഓ, നിനക്ക് എന്നെ പോലെ 100 ആയുസാ. മാധവന്റെ കാര്യം പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടേ ഉള്ളൂ. ആയുസൊക്കെ ഇപ്പൊ തീർന്നേനെ. ഉമ്മറത്തെ വിളക്ക്. അളിയൻ എന്ത് പണിയാ കാണിച്ചത്? തറവാട്ടിൽ ഒരു ഈശ്വരകർമ്മം നടക്കുമ്പോ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നതല്ലേ? തൊഴിലാണ് എന്റെ ഈശ്വരൻ. ഊണ് കഴിച്ച നിങ്ങള്? ചില വാനം കഴിച്ചിട്ടില്ല. എന്നാ ഇരിക്കെ, ബസ്മതി ഒരേല എടുത്തേ. ഇല ഇട്ടില്ലേ?
ഒരു ഹാപ്പി ന്യൂസ്. എന്റെ ഒരു പോളിസി ഹോൾഡർ ആത്മഹത്യ ചെയ്തു. LIC പണം വാങ്ങിയ കുടുംബത്തിന് എത്തിക്കാൻ വേണ്ടി ഞാൻ തേരാപ്പാര ഓട്ടമായിരുന്നു, ഒടുവിൽ എത്തിച്ചു. ഇതൊരു പുണ്യ പ്രവൃത്തിയല്ലേ ചാ? പിന്നല്ലാതെ ഈ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് ഇങ്ങോട്ട് എത്തിപ്പറ്റാൻ കഴിഞ്ഞില്ല. ഇതിനോട് ഏതെങ്കിലും സർപ്പങ്ങൾ കോപിക്കുന്നെങ്കിൽ കോപിച്ചോട്ടെ. ഓ സർപ്പം. ഞാനിങ്ങോട്ട് എത്തിയില്ലെങ്കിൽ എന്താ, അളിയന്റെ പുന്നാര പെങ്ങളെയും അഖിലലോക പ്രശസ്തകളായ എന്റെ മക്കളെ 2 ദിവസം മുമ്പ് എത്തിച്ചില്ലേ? ഊണ് വാഴയിലാകുമ്പോ പ്രത്യേകിച്ച് കൈ കഴിയണമെന്നൊന്നുമില്ല. ഇലയെ തളിക്കലും കൈ കഴിയലും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് നടന്നോളും. ഇടത്ത് ചൊറോളുമ്പോ. അപ്പൊ നിനക്ക് നല്ല തിരക്കാണല്ലേ? അതെ ഛാ. ഈശ്വരകാരുണ്യം ഉണ്ടെങ്കിൽ ഞാൻ കോടിപതിയാകും. പത്രത്തിൽ ഫോട്ടോയും വരും. ഐശ്വര്യമുള്ള ആളാന്ന് എല്ലാരും പറയണേ. ദേ, ഇരുത്തിക്കൊണ്ട് മുഖസ്തുതി പറയണതല്ല. ഏട്ടന്റെ കയ്യിൽ നിന്ന് പോളിസി എടുത്താ അധികം പ്രീമിയം ആരും അടയ്ക്കേണ്ടി വരാറില്ല. അതുകൊണ്ട് തന്നെ അച്ഛനെ നാട്ടുകാരെ കാലമേനെന്ന് വിളിക്കണേ. എടി ഞാൻ അധികം വേണ്ട. നാട്ടുകാരെങ്ങനെ വിളിക്കുന്നില്ല, എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഒരൊറ്റ പ്രീമിയം അടച്ചോ പോലെ തട്ടിപ്പോയാൽ കിട്ടുന്ന ലക്ഷങ്ങളാ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ചത്തുപോയെന്ന്. അവന് കിട്ടി എത്രയെന്നറിയാവോ? 10 ലക്ഷമാ. കഴുത്തിൽ കയറിട്ട് കുരുങ്ങി തൂങ്ങിയതാ. അല്ല, ആത്മഹത്യ ചെയ്താലും LIC പണം കൊടുക്കും. പിന്നെന്താ, പോളിസി എടുത്ത് 1 വർഷം കഴിയണമെന്ന് മാത്രം. ആയ കാലത്ത് അച്ഛനോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ ഒരു പോളിസി എടുക്കാൻ. എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ തിന്ന് നരയിക്കേണ്ടി വരുമായിരുന്നു. അന്തസ്സായിട്ട് കെട്ടി തൂങ്ങിയിരുന്നേ ഞങ്ങളെങ്കിലും രക്ഷപ്പെട്ടു പോയത്. നീ LIC ചേരാലോ? ഓ, ഇനി LIC-കാരെടുക്കും തോന്നില്ല. എല്ല് പൊടിക്കാരെടുക്കും. ഇതെന്ത് കഥ? കള്ളനോ? അയ്യോ, ഏട്ടന് കട്ടിൽ കാണാൻ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ ഒരു കള്ളൻ. കട്ടില്ലോ? അയ്യോ, അല്ല തൊഴുത്തില്. നിങ്ങളൊരു പശുക്കിടാവിനെയും കാണാതെ പോയി. കളിയിലെവിടെ? ഏട്ടനെ കാണാനില്ലേ? അളിയോ, അളിയോ, എവിടെ പോയി? കള്ളൻ ഓടി വായോ എല്ലാവരും. അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. ഞാനോ? ചേട്ടാ വാ നോക്കാം. അമ്മ വാ, നമുക്ക് നോക്കാം. അച്ഛൻ പോയി നോക്കാം. നിങ്ങളൊക്കെ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കാം. നിങ്ങൾ ഇവിടെ ഞാൻ പോയി നോക്കാം. എന്നാ പോയി നോക്ക്. അല്ലേ, നീ പോയി നോക്ക്. ഭഗവാനെ, അവരിങ്ങോട്ടാണല്ലോ വരുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എല്ലാത്തിനെയും ഇൻഷൂർ ചെയ്തിട്ടുണ്ടോ? അടി ചേട്ടാ അടി, വിടല്ലേ, തലമണ്ട നോക്കി കൊടുക്ക. എന്റെ ഈശ്വര, നിങ്ങൾ എന്തിനാ ഇതിനകത്ത് കയറിയത്? ഒരു കള്ളൻ ഇതിലെ പോണ കണ്ടപ്പോ അവനെ പിടിക്കാൻ വേണ്ടി തോളിച്ചിരുന്നതാ. മർമ്മത്തെങ്ങാനും അടി കൊണ്ടോളിയാ? മർമ്മത്തൊന്നും കൊണ്ടില്ല. ചേട്ടത്തി വിധയായ എന്നെ പിടിച്ചോ. ദേവകി എവിടെ? ദേവകി മക്കളോ? ഗോവിന്ദ മേനോൻ, ചന്ദ്രോത്ത് ഹൗസ്, വാണിയങ്കര, വടക്കാഞ്ചേരി. ഇനി അഡ്രസ് തെറ്റി അജ്ഞാത ശവ ആവണ്ട, കുടുംബക്കാർക്ക് തന്നെ കിട്ടൂല്ലോ. എങ്ങോട്ടാ യാത്ര? ഒരാളെ കാണാനുണ്ട്.
അളിയനെങ്ങോട്ടാ? ഒരിടം വരെ പോവാ. ഞങ്ങളും പോവാ. അളിയനിവിടെ വേണം. എന്നെ കൊണ്ടുവന്നിട്ട് പോയാ മതി. കൊണ്ടുവന്നിട്ടോ? അല്ല, ഞാൻ വന്നിട്ട് പോയാ മതി എന്ന് പറയാം. അധികം വൈകരുത്. വീട്ടിൽ ചെന്നിട്ട് 100 കൂട്ടം പണിയുള്ളതാ. എടി വസുമതി, പാട്ടും കൂത്തൊക്കെ നിർത്തിയിട്ട് വാ. ഒരു കവളല്ലേ കുടിച്ചുള്ളൂ. ബാക്കി നീ കുടിച്ചോ. ഞാൻ പോട്ടെ. പിന്നെ എന്തെങ്കിലും മറന്നോ? ഇല്ല. ഈയിടെയായിട്ട് മറവി കുറച്ച് കൂടുതലാ. ദേ, ഇതെന്താന്ന് നോക്കിയേ, മാലയും മോതിരം. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പിന്നീന്ന് വിളിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അത് നീ നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ഒരു നാപ്പ വട്ടം ചാടി പൊട്ടിക്കടാവനെ. അപസ്മാരാണെന്നാ തോന്നണേ. അതെ, റോഡിന്റെ ഓരത്തേക്ക് എടുത്ത് കിടത്താം. ആ സ്ഥലം വിടാം. ഇല്ലെങ്കിൽ പുലിവാലാവും. വേഗം വണ്ടി വേഗം എടുക്ക്. അപസ്മാരം കളിച്ചോണ്ട് ഡ്രൈവർമാരുടെ തല്ലു കൊള്ളാതെ രക്ഷപ്പെട്ടു. പ്രൈവറ്റ് ബസ്സുകാരെ തൊഴണം. അവന്മാരായിരുന്നെങ്കിൽ കണ്ണും മൂക്കും നോക്കാതെ തട്ടിയിട്ട് പോയേനെ. ഈശ്വര, എന്താ ഈ കാണണേ? ഭഗവാനെ, ചത്തില്ലേ? നീ എന്നെ കളിപ്പിക്കുക? എന്ത് അപകട നിങ്ങൾ ഈ കാണിച്ചത്? വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ ചത്തുപോയില്ലായിരുന്നോ? ചാകാൻ വേണ്ടി തന്നെയാണോ ഇതിനകത്ത് ചാടിയത്? അപ്പൊ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നതോ? ആണെങ്കിൽ എന്താ, തനിക്ക് വല്ല നഷ്ടമുണ്ടോ? എനിക്ക് നഷ്ടമൊന്നുമില്ല. വേനൽക്കാലത്ത് ഇങ്ങനെ എടുത്തു ചാടി നിരാശപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ദേ, മഴ സീസണല്ലേ വരണത്. അപ്പൊ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പൊ ചാടി ചത്താ പോരെ? സീസൺ നോക്കിയിട്ടാണോ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്? അതൊക്കെ പോട്ടെ, തന്റെ പേരെന്താ? സൂര്യൻ. സൂര്യൻ എന്തിനാ ഈ നട്ടുച്ചയ്ക്ക് അസ്തമിക്കാൻ പോണേ? അതൊക്കെ തന്നോട് പറയണോ? വേണ്ട. ആത്മഹത്യ ചെയ്യുന്നത് ഭീരുക്കളാ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തന്റെ ഇടത്തോട് നേരിടണം. തനി നാട്ടുകാരനെ? ഇവിടുന്ന് 10-20 കിലോമീറ്റർ അകലെയാ. വാണിയങ്കരാന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. എവിടെ വീട്? 10-20 കിലോമീറ്റർ ദൂരം പോണം. വലിയ ശല്യമായല്ലോ. ഞാൻ ആകെ തീ പിടിച്ച് നിൽക്കട്ടോ. ഞാനും തീ പിടിച്ചിട്ട് തന്നെയാ വന്നത്. സത്യം പറഞ്ഞ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നതാ. മരിക്കുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച തീ അണയില്ലേ? ഇല്ല, ആരോട് സംസാരിച്ചാലും എന്റെ നെഞ്ചിൽ തീ അണയില്ല. അപ്പൊ താൻ ആത്മഹത്യ ചെയ്ത് അടങ്ങുന്നാണോ? അതെ, നാളത്തെ സൂര്യോദയം കാണാൻ ഈ സൂര്യൻ ഉണ്ടാവില്ല, ഉണ്ടാവരുത്. എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? ആത്മഹത്യ ചെയ്ത ആത്മാവിന് ഇത്തിരി പുണ്യം കിട്ടണോണ്ട് തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? പുണ്യോ? വാ പറയാം. മരണം തീർച്ചയായ ചിലര് കണ്ണ് ദാനം കൊടുക്കാറില്ലേ, ചിലര് കിഡ്നി. ഓഹോ, അപ്പൊ തനിക്ക് എന്നെ കണ്ണും കിഡ്നിയും വേണം അല്ലേ? അയ്യോ, അതല്ല. പിന്നെ സൂര്യൻ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കണം. ഇല്ല, അത് മാത്രം എന്നോട് പറയരുത്. അങ്ങനെ പറയരുത്. കുറച്ചു നാളത്തേക്ക് മതി. അത് കഴിഞ്ഞ ഇഷ്ടപ്പെട്ട സ്ഥലം നോക്കി ഇഷ്ടം പോലെ ആത്മഹത്യ ചെയ്തോ. തനിക്കെന്താ വട്ടുണ്ടോ? ഞാൻ കുറച്ചു നാളോട് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് തനിക്ക് എന്താ ഗുണം? ഗുണുണ്ട്. LIC കേട്ടിട്ടുണ്ട്? ഉണ്ടെങ്കിൽ അതിൽ പോളിസി എടുത്തിട്ടുണ്ട്. എന്താ തന്റെ പേര്? ചന്ദ്രോത്ത് ഗോവിന്ദമേനോൻ. ചന്ദ്രോത്ത് ഗോവിന്ദമേനോൻ തൽക്കാലം പോ. ഞാൻ LIC പോളിസി എടുത്തിട്ടില്ല, എടുക്കാനൊട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഈശ്വരനെ ഓർത്ത് ഞാൻ പറയണ ഒന്ന് കേക്ക്. സൂര്യൻ വിചാരിച്ചാൽ എന്റെ മാനവും അഭിമാനവും കുടുംബവും രക്ഷപ്പെടും. ദേ,
ഈ കൈ കാലാണെന്ന് കരുതി ഞാൻ പിടിക്കുക. ഒരച്ഛന്റെ അപേക്ഷയാണെന്ന് കൂട്ടിയാൽ മതി. അധികം കാലം ഞാൻ സൂര്യനെ ബുദ്ധിമുട്ടിക്കില്ല. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുമ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇതിനേക്കാളും വെള്ളവും പുഴയും പാറക്കെട്ടും മലഞ്ചെരിയും ഒക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ഗ്രാമമാണ് എന്റേത്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഒക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ശരി, എന്നെ കൊണ്ട് തന്റെ കുടുംബം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. എന്നാ വാ, ഇപ്പൊ പുറപ്പെട്ട സന്ധ്യാദീപം കൊടുക്കുന്നതിന് മുമ്പ് അങ്ങെത്താം. വാ. ഓ, കാർമൂകിൽ വന്നെന്റെ തിരുവൂടൽ എന്നോട് അരികിൽ വന്നെപ്പോഴും കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. ഇത് വലിയ ചതിയായി പോയല്ലോ. ഇപ്പൊ വരാമെന്നും പറഞ്ഞു പോയ ആളാ. സമയം എത്രയായി അറിയാവോ? അച്ഛന് വല്ല വിവരമുണ്ടോ? അളിയൻ എവിടെ പോയിരിക്കാന്ന് പറയാം. അച്ഛാ, ഇതിനെന്താ വല്ല വാക്മാൻ മാനിയം പിടിച്ചോ? ഊണിൽ ഉറക്കത്തിലുണ്ടല്ലോ ചെവിയില്. അച്ഛാ മതി, എഴുന്നേക്ക് പോവാം. ഇനിയിപ്പോ നാളെ പോയാ പോരെ അമ്മാവ? അതെ, ഇന്നുകൂടി ഞങ്ങൾ ഇവിടെ നിന്നോട്ടെ. പഠിക്കാൻ പോകണ്ടേ ആർക്കും? എത്ര ദിവസമായി പോയിട്ടെന്നറിയോ? ഇന്നിനി പോകണ്ട മാധവ. ചേട്ടത്തി. ഏട്ടൻ പറഞ്ഞതല്ലേ, വന്നിട്ട് പോയാ മതി. നിങ്ങൾ അകത്തേക്ക് പോയി. മതി. വെച്ചോ വെച്ചാ. ആ അതെ, അച്ഛൻ വന്നു. നിർത്ത്. ഇതാ വീട്. ആരാ കൂടെ? അറിയില്ല. വരിക. ആരാളിയാ ഇത്? ഇത് സൂര്യൻ, എന്റെ കൂടെ പഠിച്ചിരുന്ന സുഹൃത്തിന്റെ മകനാ. ഇതെന്റെ അളിയൻ മാധവമേനോ. ഹലോ. ഹലോ, ഞാൻ LIC-യില. ആ. ഇതെന്റെ ഭാര്യ ദേവകി. ഓ, ഇതെന്റെ പെങ്ങള വസുമതി. എന്റെ ഭാര്യയാണ് ആ. സുമംഗല. അളിയന്റെ മൂത്ത മകള്. ഇവൻ രണ്ടാമത്തവൻ കിച്ചു. ഐ എം കൃഷ്ണകുമാർ. സൂര്യൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാന് സൂര്യന് കഥ എഴുത്ത എഴുത്തുകാരനാ. ആധാരെഴുത്താണോ? അല്ല, കഥ എഴുത്ത്. അളിയന്റെ അച്ഛന് ഞാനും കഥകൾ എഴുതുമായിരുന്നു. കോളേജ് മാഗസിൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്റെ ഫോട്ടോ സഹിതം. ഇപ്പൊ ഇങ്ങോട്ട് വരാൻ കാര്യം? അല്ല, സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സ്വസ്ഥമായിട്ട് ഇരുന്ന് എഴുതാൻ ഏകാന്തമായ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൂട്ടിക്കൊള്ളുന്നു. നിറദീപമാ ശകുനം. കഥ എഴുത്ത് അസലാവും, ഉറപ്പാ. അപ്പോ ഇവിടെ കുറച്ചാളുണ്ടാവോ? എത്ര നാളത്തേക്കും തീരുമാനിച്ചിട്ടില്ല. ഈ വീക്കിലികളിലൊക്കെ കഥ എഴുതാറുണ്ടല്ലേ? പിന്നെ വീക്കിലിലും മാസികയിലും ഒക്കെ എഴുതാറുണ്ട്. അല്ലേ സൂര്യ? വീക്കിലിയില് സൂര്യദാസ് പേര് കൊടുക്കാറ്? അത് ആ സൂര്യദാസ് തന്നെയാണ് ഈ സൂര്യദാസ്, ഈ സൂര്യദാസ് തന്നെയാണ് ആ സൂര്യദാസ്. ഇവള് വലിയ കഥാവായനക്കാരിയാ. പിന്നെ ഇവൻ സിനിമയുടെ ആളാ. വാ, നമുക്ക് മുറിയിലേക്ക് പോവാം. അച്ഛൻ വലിയ കൊലാകാരനാ, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. മുഖശ്രീ കണ്ടാൽ അറിയാം, നല്ല തറവാട്ടിലെയാ. പണവും ശരിക്ക് കാണും. ഒരു പോളിസി പിടിപ്പിക്കാം. അളിയ, ഒരു മിനിറ്റ്. സൂര്യൻ പോയിക്കോ, ഞാൻ വരാം. ഒരു സംശയം ചോദിക്കാനുണ്ട്. സംശയിക്കാനൊന്നുമില്ല, അയാള് കഥ എഴുത്തുകാരൻ തന്നെയാ. അല്ലാതെ വല്ലോടത്തും ചാവാൻ പോയവനെ പിടിച്ചോണ്ടെന്ന്. അതല്ലളിയാ, അയാള് പോളിസി എടുത്തിട്ടുണ്ടോന്ന് അറിയാൻ. അതൊക്കെ ഞാൻ എടുപ്പിച്ചോളാം. അളിയന്റെ അടുത്ത് നിന്നെ എടുക്കൂ. അങ്ങനെയാണെങ്കില് ഞാൻ ഇന്ന് പോകുന്നില്ല. പിന്നെ തീരുമാനിക്കും. അതെ, കഥ എഴുതാൻ പറ്റിയ പേപ്പർ ഉണ്ടോ? പേപ്പറുണ്ട്. കഥയോ ലേഖനോ കവിതയോ കണക്കോ എന്ത് വേണമെങ്കിലും എഴുതാം. എത്ര വേണ്ടേ? അതിപ്പോ 250 പേപ്പറിന് കേട്ടുണ്ട്. എന്നാ അതങ്ങ് എടുക്കും. നോക്കി അടയ്ക്കണമെങ്കിൽ മാറേ, ₹1,00,000 മുതലാ. എന്തൊക്കെയാ മേന്നെ? വേറെ വക്കീലിനെ ഏർപ്പാടാക്കിയില്ലേ? നമ്മളോട് ഉടക്കാൻ തന്നെ ഞങ്ങളെ തീരുമാനം. ആരോട് ഉടക്കാനല്ല, വേറെ ഗത്യന്തരില്ലാത്തോണ്ടാ. വേണ്ട വേണ്ട, വലിയ പാവത്തൊന്നും കാണിക്കണ്ട. വാശിന്ന് വെച്ചാ ഒട്ടും വിട്ടുകൊടുക്കാത്താനാ ആലമുറ്റത്ത് മൂസക്കുട്ടി. വാശിയും വൈരാഗ്യം ഒന്നും ഉണ്ടായിട്ടല്ല, തറവാട് ജപ്തി ചെയ്യാതിരിക്കാൻ ഒരു തട വെക്കണം എന്നുള്ള ഉദ്ദേശം ഞങ്ങൾക്കുള്ളൂ. വെച്ചോ വെച്ചോ, നിങ്ങളെ നസ്രാണി വക്കീലിന്റെ തട നമ്മളെ മേനോം വക്കീല് പൊളിച്ചടുക്കുന്നത് കാണിച്ചു തരാം. പറ. പ്രാവുകളോട് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നെ കണ്ടപ്പോ ഒരു രസം. അല്ലെങ്കിൽ നമ്മളെ പോലുള്ള കലാകാരന്മാർക്ക് ഈ പ്രാവുകളോട് സ്നേഹം കാണും. ഇവറ്റുകൾ ആ വെള്ളച്ചിറകും വിടർത്തി പറന്നു പോകുന്നത് കാണാൻ മനസ്സിനൊരു കുളിര, ഒരു സമാധാനം. പിന്നെ വല്ലപ്പോഴും സ്വകാര്യമായിട്ട് ഇത്തിരി വാറ്റിയാരം കിട്ടുമ്പോ 2 എണ്ണത്തിനെ കഴുത്തിയരിച്ച് ഓർത്ത് തിന്നുകയും ചെയ്യാം. നോക്കണ്ട, ഇതൊക്കെ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യ. ഈ വീട്ടിലൊരു ഈച്ച പൂച്ച അറിഞ്ഞിട്ടില്ല. സിഗരറ്റ് ഉണ്ടോ ഒരെണ്ണം? ഞാൻ പുകവലിക്കാറില്ല. അതെന്നോടുള്ള ബഹുമാനം കൊണ്ട് പറഞ്ഞതല്ലേ. എനിക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പൊന്നുമില്ല. ഗോവിന്ദനെ പോലെ പഴയ മൂരാച്ചിയല്ല. ഐ ആം 70 years young. ഞാൻ പറഞ്ഞ സത്യ. അപ്പ പിന്നെ എന്തിനാ കമ്പം? മദ്യത്തിലോ സ്ത്രീ വിഷയത്തിലോ? ഒന്നിലുമില്ല. പിന്നെ താൻ എവിടുത്തെ കഥ എഴുത്തുകാരനാടോ? ചായ.
മധുരമില്ലാത്താണോ? പിന്നല്ലാതെ കണ്ട കിളവന്മാർക്ക് കൊടുക്കണ പോലെ എനിക്ക് കൊടുത്താലോ? നിന്റെ അച്ഛനും കൊണ്ട് കൊടുക്കും. അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. പോടാർന്ന്. മധുരം കഴിച്ചിട്ട് ഇന്നാളത്തെ പോലെ ആസ്പത്രി പോയി കിടക്കാനാ? ഒരു കഥ എഴുതാൻ എത്ര നാള് വേണം? അത് പിന്നെ അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഓരോന്നിനും ഓരോ സമയം. ഇപ്പൊ എഴുതുന്ന കഥ എപ്പോ തീരും? ഈ കഥ എപ്പോ വേണമെങ്കിലും തീരാം. ഇടിയുണ്ടോ? കഥ തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ, ഒന്നും പറയാറായിട്ടില്ല. എന്തിനാ എല്ലാവരും കൂടെ സൂര്യന്റെ ചുറ്റും കൂടിയിരിക്കണേ? ദേ സ്വസ്ഥമായിട്ടിരുന്ന് കഥ എഴുതാൻ വന്ന ആളാ. ഓരോന്ന് കിള്ളി കിള്ളി ചോദിച്ച് മനസമാധാനം കെടുത്തരുത്. ഞാനും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അച്ഛനോടും കൂടി ഞാൻ പറഞ്ഞേ, നിന്ന് വിളിക്കാണ്ട് കാറിനകത്തുള്ള സാധനങ്ങൾ എടുത്ത് സൂര്യന്റെ മുറി കൊണ്ടുപോയി പെണ്ണേ. മോങ്ങട് വന്നു. പൂരത്താൻ പൊന്നും കൊണ്ട് പോണതല്ലേ പോണത്? കൊണ്ടേ പൂഴ്ത്തി വെക്ക്. ലോകത്തെങ്ങും ഇല്ലാത്തൊരു കഥാകൃത്ത്. ദേ ഇന്ന് തീയതി 18. ഓരോ ദിവസം കഴിയുമ്പോഴും ആ ഡേറ്റ് അങ്ങോട്ട് കീറി കളയാ. അതെന്തിനാ? ഇനിയുള്ള നിന്റെ ഓരോ ദിവസം എണ്ണപ്പെട്ടതല്ലേ? ഒരുമാതിരി മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കരുത്. തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതികളുടെ മുമ്പിൽ കെട്ടി തൂക്കണ പോലെ. അതെങ്ങനെ നിനക്കറിയാം? പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദേ സത്യം പറ, നീ കൊലപ്പുള്ളി ഒന്നും അല്ലല്ലോ. ആണെങ്കി അല്ല, നമ്മൾ തമ്മിലുള്ള കരാർ തീരുന്നതിന് മുമ്പ് പോലീസ് അന്വേഷിച്ചു വന്നാലോ എന്ന് വിചാരിച്ചിട്ടാ. എന്താ ഇങ്ങനെ നോക്കണേ? പോലീസ് വരുമോ? പേടിക്കണ്ട, എന്നെ അന്വേഷിച്ച് ലോകത്തിന് ആരും വരില്ല. വന്നാലോ? വരില്ല എന്ന് പറഞ്ഞല്ലോ. ചൂടാവണ്ട, ഒരു മനസമാധാനത്തിന് വേണ്ടി ചോദിച്ചതാ. ദേ അത്യാവശ്യത്തിനുള്ള ഡ്രസ്സുകളൊക്കെ ഇതിലുണ്ട്. പേനയും പേപ്പറും ഷർട്ടും കോപ്പും ഒക്കെ കൂടി 10,000 രൂപയോളായി. ഇനി കഥ എഴുത്ത് തുടങ്ങിക്കോ. കഥ എഴുതേ? വെറുതെ നായായിട്ട് വേഷം കിട്ടിയ പിന്നെ കുറയ്ക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇവിടെ ആർക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ പെരുമാറണം. ദേ ഞാൻ ഇറങ്ങണു. സൗകര്യമായിട്ട് നിന്റെ ജീവിതകഥ പറയാന്ന് പറഞ്ഞിട്ട് പറയാം. ആദ്യം എനിക്ക് നിങ്ങളൊന്ന് ബോധ്യാവട്ടെ. ശരി, ശരിക്കും ബോധ്യമായിട്ട് മതി. പിന്നെ വേറൊരു കാര്യം, നിന്റെ ഈ ചുറ്റുവട്ടാരം വിട്ട് പുറത്തധികം കറങ്ങി നടക്കണ്ട. ആരോടും ഒരു പരിധി വിട്ട് അത്രയധികം അടുപ്പവും വേണ്ട. പ്രത്യേകിച്ചും താഴെ ഒരാളിരിപ്പില്ലേ, ഒരു ചെറുപ്പക്കാരൻ കിളവൻ, അങ്ങേരുമായിട്ട് ഒട്ടും വേണ്ട. നിങ്ങളുടെ തന്ത. ഇതല്ലേ പറയാൻ വന്നത്? ഇപ്പോഴും ഉറങ്ങാണല്ലേ? സൂര്യ, സൂര്യ എഴുന്നേക്ക്. എന്താ അമ്മേ? ഇന്ന് ഡേറ്റ് എന്താണെന്ന് അറിയോ? ഓ, അതിനാണോ തട്ടി വിളിച്ചത്? അത് കലണ്ടറിൽ നോക്കിയാ പോരെ? കാലണ്ടർ ഒന്നും നോക്കണ്ട. എന്റെ മോനെ പ്രസവിച്ച ദിവസം എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. ഓ, നിന്റെ ബർത്ത്ഡേ ആണല്ലേ? അതും കൂടി ആന്റി ഓർമ്മിപ്പിക്കണം. LKG കുട്ടിയല്ലേ? നീയെപ്പത്തി സൂര്യന്റെ പിറന്നാൾ ഓർമ്മയുള്ള ഒരാളും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അപ്പൊ പഴം, പപ്പടം, പായസം. യുവർ ഫേവറേറ്റ് ഉള്ളിത്തീയൽ സ്പെഷ്യൽ ബൈ പ്രിയ മേനോൻ. അടിപൊളി തന്നെ. അടിപൊളിയൊക്കെ പിന്നെ ആകാം. ആദ്യം പോയി കുളിച്ച് ഡ്രസ് മാറി മര്യാദയ്ക്ക് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. ഓക്കേ മാഡം. കുടിക്കും. ഊണ് കാലായി. കഴിക്കാറായോ? കഴിക്കാം. പച്ചക്കറികളാ ഇഷ്ടാവോ? ഇവിടെ ആരും മത്സ്യമാംസാദികളൊന്നും കൂട്ടാറില്ലേ? അതെങ്ങനെയാ? വെക്കാനും അറിയില്ല. അല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണമെന്നില്ല. പിന്നെ വല്ല ഉള്ളിത്തീയിലൊക്കെ ഉണ്ടെങ്കിൽ. ഈശ്വര, ഉള്ളിത്തീയിൽ ഇഷ്ടാണോ? ഇവിടെ സുമംഗലിക്കും അതെ, ജീവനാ. ഉണ്ടാക്കിയിട്ടുണ്ട്, പോന്നോളൂ. യുവർ ഫേവറേറ്റ് ഉള്ളിത്തീയൽ സ്പെഷ്യൽ ബൈ പ്രിയ മേനോൻ. ഇവിടെ കൂടി ഈ 10 ലക്ഷത്തിന്റെ പോളിസി എന്ന് പറയുമ്പോ എത്ര രൂപ പ്രീമിയം അടക്കേണ്ടി വരും? ക്വാർട്ടർലി ഒരു 25,000 രൂപയ്ക്ക് അടുത്ത് വരും. അത് അടയ്ക്കാൻ സൂര്യാസിന് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. 10 ലക്ഷം കിട്ടണമെങ്കിൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാതെ പറ്റുമോ? എന്താ പിന്നെ? സൂര്യ സാറിനെ ഇങ്ങോട്ടൊന്ന് ക്ഷണിക്കണമെന്ന് കുറച്ച് ദിവസമായി കുട്ടികൾ പറയുന്നു. തറവാട്ടി വെച്ച് അവർക്ക് സൂര്യാസിനെ ശരിക്കും പരിചയപ്പെടാൻ പറ്റില്ലല്ലോ. പരിചയപ്പെടാനൊക്കെ ഇനി ആവാലോ. സാരമില്ല, പരിചയപ്പെടാൻ ചിലപ്പോൾ ഞാൻ ഉണ്ടായില്ലെങ്കിൽ. സൂര്യൻ എങ്ങോട്ട് പോണു? അല്ല, ഞാൻ സൂര്യൻ എങ്ങും പോണില്ല. കഥ എഴുതാൻ തുടങ്ങിയ ആള് പിന്നെ വാത്മീയുടെ മാതിരി ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോവും. ഒരു പ്രത്യേക ലോകത്തിലാ അല്ലേ സൂര്യ? എവിടെയാ അവര്? വാതിലിന്റെ പിന്നിൽ മറിഞ്ഞു നിൽക്കുക. അഖില ലോക പ്രശസ്തയെ മകളാണോ? മക്കളാണ്. ഇതെന്റെ ഫസ്റ്റ് പ്രീമിയം അഖില, ഇത് സെക്കൻഡ് പ്രീമിയം ലോക, ഇവൾ അവസാനത്തെ പ്രീമിയം പ്രശസ്ത. അഖില ലോക പ്രശസ്ത. മാധവേട്ടനാള് കൊള്ളാലോ. ഇവൾക്ക് പകരം ആൺകുട്ടിയായിരുന്നെങ്കിൽ പ്രശസ്തൻ എന്ന് പേരിട്ടുള്ളൂ വിചാരിച്ചിരിക്കണം ഞങ്ങളല്ലേ. 3 ആള് പഠിക്കുക. അതെ, ഞാൻ സെക്കൻഡ് പഠിച്ചു. ഞാൻ SSLC. ഞാൻ 9th ലാ. 3 ആള് നന്നായിട്ട് പാട്ട് പാടും.
ഒരു പാട്ട് പാടി കേൾപ്പിച്ചു കൊടു മക്കളെ. മുസ്തഫ മുസ്തഫ പാട്ട് പാട് മക്കളെ മക്കളെ. മുസ്തഫ ഇബ്രാഹിം കേട്ടിട്ട് പോവാൻ മേന്നെ. എനിക്കിനി അധികം സമയം ഉണ്ടാവില്ലല്ലോ. ആളെ ഇനി ധൃതിപ്പെടുന്ന എന്തിനാ? അങ്ങോട്ട് ഇരിക്കേ. ദേ നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻസ് മറക്കണ്ട. കണ്ടീഷൻസ്? അതെ, ആളൊരു ഭയങ്കര മടിയനാ. എത്രയും വേഗം കഥ തീർത്ത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിരിക്കുക. ഇവന്റെ കഥ തീർന്നാലല്ലേ പണം കിട്ടൂ. വാ നമുക്ക് പോകാം, ഇല്ലെങ്കിൽ കഥ ആകെ കുഴയും. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. മോഡം മുസ്തഫ ഇനി ഒരിക്കലാകാം. തൊഴിലാണ് എന്റെ ഈശ്വരൻ. എന്റെ അതേ പോളിസി. തൊഴിലാണ് ഈശ്വരൻ. ഗുഡ്. അതെ, ഈ പോളിസി ഈ പോളിസി എന്ന് മുതൽ പ്രാബല്യത്തിൽ വരും? അതൊക്കെ ടപ്പെന്ന് ഞാൻ ശരിയാക്കി തരാം. പിന്നെ സൂര്യന് ഞാൻ LIC ചേർത്ത വിവരം തറവാട്ടിൽ ആരോടും പറയണ്ട. അതെന്താ പറയണ്ട? അത് തന്നെ. അതെന്താ പറഞ്ഞാലേ അവന്റെ എഴുത്ത് മുടങ്ങുന്നു. ഓ ഡിസ്റ്റർബൻസ്. ഓക്കെ അളയുമ്പോക്കോ. ഞാൻ പിന്നെ വരാട്ടാ. അപ്പൊ എനിക്കിനി മരിക്കാലോ? ഇന്നോ നാളെയോ? വേണ്ട വേണ്ട, ഉടനെ വേണ്ട. LIC പോളിസി ഓക്കെ ആയിട്ട് രശീതി വരട്ടെ. മാത്രല്ല പോളിസി ചേർന്ന് ഉടനെ മരിച്ച ചിലപ്പോ സംശയം തോന്നിയാലോ. എന്റെ അളിയനാണെന്നൊന്നും കരുതണ്ട, ആള് ഭയങ്കര പാരയാ. ഓ, പക്ഷെ ഈ മരിക്കാൻ സമയം കാത്തുള്ള ഇരിപ്പുണ്ടല്ലോ, ഭയങ്കര ബോറാ. അങ്ങനെ ഇരിക്കണ്ട, നമ്മുടെ തൊടിയിലോ പറമ്പിലോ ഇറങ്ങി നടക്കന്നെ. എന്തായാലും നിന്റെ ഏട്ടൻ ഭാഗ്യവാൻ. കഴുതേ, എന്തായാലും നിന്റെ ഏട്ടൻ ഭാഗ്യവാനാ. സൂര്യദാസിന് എന്തെങ്കിലും അപകടം പറ്റിയാ കിട്ടുന്ന 10 ലക്ഷത്തിന്റെ അവകാശമായിട്ട് പേര് വെച്ചിരിക്കുന്ന എന്റെ അളിയന്റെ. ഈ രഹസ്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. എന്നാ സൂര്യനെ നമ്മുടെ അകലമോൾക്കൊന്ന് ആലോചിച്ചാലോ? ഞാനൊന്ന് ചൂണ്ടയിട്ട് നോക്കാം. എന്താ ഞാൻ വഴക്കാം? എത്ര നേരെ കാത്തിരിക്കണെന്നറിയോ? സോറി ഡിയർ, സോറി ഡിയർ, സോറി ഒന്നും പറയണ്ട. എന്താ വരാത്ത? വീട്ടിൽ നിന്ന് ചാടാൻ പറ്റണ്ടേ? തന്റെ ഫാമിലി പോലെ ഒന്നും അല്ല, ശുദ്ധ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാർട്ടികളാ. ഒറ്റയ്ക്ക് അളഞ്ഞു നടന്ന മുട്ട് തല്ലി ഓടിക്കുന്ന അച്ഛൻ പറഞ്ഞിരിക്കണേ. ഇതെവിടെന്നാ? ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് വരട്ടെ? ഇപ്പൊ വേണ്ട, സമയമാകുമ്പോ ഞാൻ തന്നെ വിളിക്കാം. എടാ ചൂണ്ട, മൊട്ടയെന്ന് വിരിഞ്ഞിട്ടില്ലല്ലോടാ, അതിനു മുമ്പ് തുടങ്ങിയ റൊമാൻസ്. ഇന്ന് നിന്റെ അച്ഛനടുത്ത് പറഞ്ഞിട്ട് തന്നെ കാര്യം. ഇപ്പൊ വേണ്ട, സമയമാകുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. സമയമാകുമ്പോഴോ? യാ, ഞങ്ങളുടെ ലവ് അനിയത്തിപ്പേവലെ പോലെയാ. രണ്ടുപേരുടെയും ഫാമിലി സമ്മതിച്ചാൽ മാത്രമേ കല്യാണം കഴിക്കൂ. അതുവരെ ഇത് ആരോടും പറയരുത്. ഈ പൂവാണെങ്കിൽ ഞങ്ങൾ എടുത്തോ, പക്ഷെ ആരോടും പറയരുത് പ്ലീസ്. അവളുടെ പേരെന്താ? പ്രിയ. എന്താ അങ്കിൾ ആലോചിക്കണ? ഏയ് നത്തിങ്. ഓക്കെ, ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സ്. ചൂണ്ടയിൽ നടക്കട്ടെ. നിർത്തണ്ട കാര്യം. ചെലങ്കയുടെ ശബ്ദം കേട്ടപ്പോ ജസ്റ്റ് ഒന്ന് കേറിയെന്നേ ഉള്ളൂ. ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കുന്നു. ആ മോള് തുടങ്ങിക്കോളൂ. ഒരു മിനിറ്റ് മുത്തശ്ശ. ടീച്ചറെ, ഇതാ ഞാൻ പറഞ്ഞ. മനസ്സിലായി. 1-2 കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടിയ കഥ എഴുതുന്നത്. ടീച്ചറുടെ പേര്? ടീച്ചറിന്റെ പേര് ഞാൻ കാണിക്കാം. പേര് കാണിക്കേ? എന്താ കുട്ടി പറയണത്? ഞാൻ കാണിക്കുന്ന മുദ്രയില് ടീച്ചറിന്റെ പേരിന്റെ ഒരു ക്ലൂ ഉണ്ട്. കണ്ടുപിടിക്കാന്ന് കണ്ടുപിടിക്ക്. തോറ്റാ ചെലവേണ്ടി വരും, ജയിച്ചാ ചെലവ് എന്റെ വക. പാമ്പ്. ഇത്രയും വലിയ പാമ്പോ? നാഗവല്ലി? ശിവൻ. ശിവൻ 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 എന്നാണോ ടീച്ചറുടെ പേര്? അയ്യോ നിക്ക്, മുദ്ര തീർന്നിട്ടില്ല. മുടിയൊക്കെ ഇങ്ങനെ കെട്ടി ജടയൊക്കെ ആയിട്ട്, വെള്ള സാരിയൊക്കെ വിരിച്ചിട്ട് യക്ഷി. ഗംഗ ഗംഗ ഗംഗാ ശിവൻ ശിവഗംഗ ശിവൻ ഗംഗാവതി ഗംഗാവതി. ഞാൻ പറയാൻ വരുമായിരുന്നു. സ്വീറ്റ് നെയിം. ഏതായാലും നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടതല്ലേ. ഇതിരിക്കട്ടെ. റൊമാൻസ് ആണോ? ഈ പൂവിന്റെ പിന്നിൽ ഒരു കൊച്ചു റൊമാൻസ് ഉണ്ട്. എന്നാ മേടിച്ചോ ടീച്ചറെ, ഒരാള് സ്നേഹത്തോടെ തരണല്ലേ. സോ ഇത്രയും നേരം ഇന്റർഫിയർ ചെയ്തതിന് സോറി. വരട്ടെ. ഹലോ, ജയിച്ചേ ഞാന്. ചെലവ് ചെയ്യണം. ഇപ്പൊ വേണ്ട, കടമായിട്ടിരുന്നോട്ടെ. ടീച്ചറേ,
അവനായിട്ട് അധികം അടുപ്പൊന്നും വേണ്ട കേട്ടോ. എവിടെയെങ്കിലും ഏകാന്തത കണ്ടാൽ അവിടെ കയറി കഥ എഴുതാൻ. ഇങ്ങനെ 3 നേരം കുളിയും ചെപ്പായിട്ട് നടന്നാ പോരാ, ഒരു തീരുമാനം പറയും. അപ്പൊ ഞാനിനി കുളിക്കണ്ടെന്നാണോ പറയണേ? കുളിച്ചോ, പക്ഷെ ഈ പുല്ലും വക്കോലും തന്നൊരു അറവമാടിനെ പോലെ എന്നെ ഇവിടെ കെട്ടിയിടാനാണ് പരിപാടിയെങ്കിലേ ഞാൻ എന്റെ പാട്ടിന് പോവും. എങ്ങോട്ട്? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. അപ്പൊ നീ മരിക്കണില്ലേ? മരിക്കാൻ ഞാൻ തയ്യാറാ, പക്ഷെ എന്റെ ഡിമാൻഡ്സ് അംഗീകരിക്കേ. ഇത് എന്റെ മാത്രം കാര്യമല്ല, നിന്റെ ആത്മാവിനും കൂടി പുണ്യം കിട്ടുന്ന ഒരു കരാറാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അയ്യടാ, അങ്ങനെ കിട്ടണതൊക്കെ വലിച്ചു വരുത്തുന്നുള്ള പുണ്യൊന്നും എനിക്ക് വേണ്ട. നിന്റെ അവസാനത്തെ ആശകൾ എന്താന്ന് വെച്ചാൽ നീ പറഞ്ഞ ഞാൻ സാധിപ്പിച്ചു തരാം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്ന് കടിച്ച് പറിക്കണം. വല്ല മട്ടനോ ചിക്കനോ, ഇനിയിപ്പോ വെടിയിറച്ചിയായാലും കുഴപ്പമില്ല. കാട്ടുപോത്ത്, മാന്, പന്നി. അത്രയല്ലേ ഉള്ളൂ, അതിന് വഴി ഉണ്ടാക്കാം. ആശ അടങ്ങാറ് ചത്തിട്ട് നിന്റെ ആത്മാവ് ഇവിടെ ചുറ്റി കറങ്ങണ്ട. സൂര്യന് വാറുണ്ടോ? വാറുണ്ടല്ല, അവാർഡ്. എന്താ വാർഡ്? പത്രത്തിൽ ന്യൂസ് ഉണ്ട്. ന്യൂസോ? പത്രത്തിലോ? പുതിയ എഴുത്തുകാരിൽ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ശ്രീ സൂര്യദാസിന് കലാക്ഷേത്രയുടെ പുരസ്കാരം. അരമന കുയിലിന്റെ പാട്ട് എന്ന നോവലാണ് അവാർഡിന് അർഹമായത്. ഒരു ഏകാന്ത തടവുകാരിയുടെ ഉത്കട മനോവികാരമാണ് പ്രസ്തുത നോവലിലെ പ്രമേയം. ഈ നോവൽ സാഹിത്യ ലോകത്ത് ശ്രീമാൻ സൂര്യദാസിന് ലബ്ധപ്രതിഷ്ഠ നേടിക്കൊടുക്കുന്നതിന് 2 പക്ഷമില്ല. 5000 രൂപയും അവാർഡ് ശില്പവും ആവണിക്കര ശ്രീവരാഹം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വരുന്ന മാർച്ച് 27-ാം തീയതി രാവിലെ 10 മണിക്ക് കലാക്ഷേത്രയുടെ രക്ഷാധികാരി കൂടിയായ പ്രശസ്ത നാടകർക്ക് സേവ്യർ പുൽപ്പാട്ട് നൽകുന്നതാണ്. ഒരു ഫോട്ടോ കൂടി കൊടുക്കാറുന്നില്ല സൂര്യ? അതിനിപ്പോഴല്ലേ ഇങ്ങനെ ഒരു കുരിശ് ഞാൻ തന്നെ അറിയണത്. അപ്പൊ ഈ വിവരം സൂര്യനെ അവർ അറിയിച്ചിട്ടില്ല? ഞാൻ അറിയിച്ചിരുന്നു. ഇവിടെ ആരോടും പറയണ്ടെന്ന് സൂര്യൻ എന്നോട് പറഞ്ഞത് കൊണ്ട് ആരെയും അറിയിക്കാതിരുന്നതല്ലേ സൂര്യ? എന്നാലും ഞങ്ങളോട് ഇത് മറച്ചു വെച്ചത് തീരെ ശരിയായില്ല. അച്ഛനെങ്കിലും ഞങ്ങളോട് ഇതൊന്നും പറയായിരുന്നില്ല. ഒരു പ്രത്യേക ടൈപ്പാ. ഇതിനൊക്കെ ഒരു വില ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഇത് കൊട്ടുകൊഴിച്ചിട്ട് എന്താ കാര്യം? എന്താ കാര്യം? ഒരു അരിവർത്ത വർത്താനം പറഞ്ഞ. എനിക്ക് ഈ പ്രശസ്തിയിലും പുരസ്കാരത്തിലൊന്നും തീരെ താല്പര്യമില്ല. ഇതിനു മുമ്പ് പലരും അവാർഡ് വെച്ച് നീട്ടിയിട്ടുണ്ട്. എന്നിട്ട് വാങ്ങിയ? ഇല്ല, വാങ്ങിയിട്ടില്ല. ഇത് വാങ്ങാൻ പോണില്ല. അങ്ങനെ പറയരുത്. ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന അവാർഡല്ലേ? മാത്രമല്ല 5000 രൂപ ക്യാഷ് അവാർഡും ഉണ്ടല്ലോ. അതിന് നക്കാപ്പിച്ചേക്ക് ആര് വാങ്ങാൻ പോണു? ഞാൻ പറഞ്ഞില്ലേ സൂര്യൻ ഇഷ്ടമല്ലാന്ന്, പിന്നെ എന്തിനാ എല്ലാവരും കൂടി നിർബന്ധിക്കും? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, വാങ്ങണം. സൂര്യദാസ് അവാർഡ് വാങ്ങുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്. അതന്നെ, അവാർഡ് വാങ്ങിയ കഥാകൃത്ത് സൂര്യദാസ് എന്റെ വീട്ടിലെ താമസിക്കുന്നെന്ന് പറഞ്ഞ് കോളേജിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യാലോ. സമ്മതിക്ക് സൂര്യ. കാവിലമ്മയുടെ അനുഗ്രഹം സൂര്യനും കിട്ടിയെന്ന് കൂട്ടിക്കോ. വാങ്ങണോ? വാങ്ങണം, 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 വാങ്ങണോ? വാങ്ങണം. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ മാർച്ച് 27-ാം തീയതി സൂര്യൻ ആളിയും ഞാനും കൂടി അവാർഡ് വാങ്ങാൻ പോകുന്നു. ഇത് ഫിക്സ്, മാറ്റമില്ല. സൂര്യേട്ടാ, ഇവരൊക്കെ എന്റെ ക്ലാസ്മേറ്റ്സാ. കേറി വാ, ഒന്ന് പിടിച്ചേ. ഇത് രാധിക, ഇത് നീരജ, ഇത് സംഗീത, ഇത് ആൻട്രീസ തോമസ്. എല്ലാരും കൂടി ഒന്ന് പിരിവിനിറങ്ങിയതാ? പേടിക്കണ്ട, ഇവരൊക്കെ സൂര്യേട്ടന്റെ ഫാൻസാ. എന്റെയോ? കൺഗ്രാചുലേഷൻസ് പറയാൻ വന്നതാ. കൺഗ്രാചുലേഷൻസ് എന്തിന്? അരമനക്കുയിലെ പാട്ട് ഞങ്ങൾക്ക് വലിയ ഇഷ്ടായി. പാട്ട് എനിക്കും ഇഷ്ടമാ. പുതിയ കാസറ്റാ? സൂര്യേട്ടന് അവാർഡ് കിട്ടിയ നോവലില്ലേ, അതിന്റെ കാര്യം ഇവള് പറയണേ. ഓ, ആ നോവല്. അതെ അതെ അതെ, അതിനെനിക്ക് അവാർഡ് കിട്ടിയത്. അത് എഴുതാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒടുവിൽ മായമ്മ ആത്മഹത്യ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഏത് മായമ്മ? നായിക. ഓ, നോവലിലെ നായിക മായമ്മ. അവൾ എന്ത് തെറ്റ് ചെയ്തു സാർ? അവസാനം വരെ രഘുത്തമ്മനെ സ്നേഹിക്കില്ലേ ചെയ്തുള്ളൂ. അത് തെറ്റാണോ? തെറ്റ് അവളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഓരോരുത്തരുടെ തലവിധി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോറി, ഞാൻ കഥയുടെ നല്ലൊരു മൂഡ് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. സോറി സാർ, ഞങ്ങൾ ശല്യായോ? ഏയ്, നിങ്ങൾ വന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സമയക്കുറവുണ്ടാ. അതാ നമുക്ക് സൗകര്യമായിട്ട് ഇനി ഒരിക്കൽ പരിചയപ്പെടാം. താങ്ക് യു സാർ. വരട്ടെ സാർ. ഓക്കെ. ലോകത്തുള്ള മുഴുവൻ പൈങ്കിളി കഥയും വായിച്ചോണ്ട് ഓരോന്നും ഇറങ്ങിക്കൊള്ളും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. ഭഗവാനെ, ഈ പരീക്ഷണം ഇനിയും നിർത്താറായില്ലേ? കഥാകൃത്തെന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ച് താടിയും മുടിയൊക്കെ വളർത്തിയ ഒരു ഭുജിയായിരിക്കുമെന്ന്. ഈ കക്ഷി നല്ല ചെത്താണല്ലോടി. കർത്താവ് ഇങ്ങനെ ഒരു കഥാകൃത്തിനെ വീട്ടിൽ കൊണ്ടു നിർത്താൻ എന്റെ ഡാഡിയിൽ കനിയണമേ. മതിയടി കണ്ണു വെച്ചത്. ഹാവൂ, തമ്പുരാട്ടിക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. എവിടം വരെ പ്രേമം? പ്രേമോ? ഒന്ന് പോടി, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല.
ഇതോണേ എന്തിനാ ഇങ്ങനെ ആക്രാന്തം കാണിക്കണേ? ഞാൻ പിടിച്ചു പറിക്കാനൊന്നും പോണില്ല. ഇത് മുഴുവനും നിനക്ക് തന്നെ തിന്നാനുള്ളതാ. ഇത് എവിടെ മേടിച്ചത്? ടേസ്റ്റ് എത്ര പോരാ, കാശ് മുടക്കിയാൽ മാത്രം പോരാ, നല്ല സാധനം നോക്കി മേടിക്കാനും പഠിക്കണം. പിന്നെ ബുഹാരി ഹോട്ടലിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നല്ല എന്റെ പണി. കിട്ടിയിട്ട് ഞന്നിട്ട് എഴുന്നേറ്റ് പോടോ വേഗം. എനിക്ക് ഇതിന്റെ മണം കണ്ടിട്ട് ഛർദ്ദിക്കാൻ വരിക. തിന്നുന്നതിന് മുമ്പിൽ ഇരുന്നിട്ടാണോ ഛർദ്ദിക്കുന്ന കാര്യം പറയുന്നത്? ആ സോറി, മനസ്സിൽ തോന്നിയത് അറിയാണ്ട് പറഞ്ഞേ ഉള്ളൂ. ഐ ഇതെന്താ കയ്യിൽ വെളുത്തൂരിണ്ടിട്ട്? ആനമുട്ട. എന്തോ താറാമുട്ട. എന്നാ പിന്നെ ഒരെണ്ണത്തിന് വെക്കാ. ഇവനേത് പിച്ചക്കാരനെ ജനിച്ചതാവോ? ഇങ്ങനെയുണ്ടോ ഒരാർത്തി? എന്താ പറഞ്ഞത്? അല്ല, അവാർഡ് വാങ്ങാൻ പോവാൻ നാളെ എന്റെ അളിയങ്കാലം വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. ആ പറഞ്ഞ പോലെ എന്താ തീരുമാനിച്ചത്? ആലോചിച്ചിട്ട് ഒരു എത്തും പിടി കിട്ടണില്ല. നിനക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്താ? എന്നെ കൊണ്ട് ഈ കുഴി ചവടിച്ചിട്ട് എന്നെ പാട്ടിനാൻ പോട്ടോ, അവാർഡ് മേടിക്കാൻ പോവാന്ന് മേനോന്നല്ലേ തീരുമാനിച്ചത്? ഓ, ഏത് ശനി പിടിച്ച സമയത്താണാവോ എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നിയത്. കാവിലമ്മ തീരുമാനിക്കുന്ന പോലെ അങ്ങോട്ട് നടക്കും. നീ മുട്ട ഇങ്ങോട്ട് തിന്നെ. എന്നാ. അവരെവിടെ? അവരെവിടെ എന്നാ? അളിയൻ സൂര്യൻ റെഡി ആയോന്ന് എന്താ പറഞ്ഞേ? അല്ലെങ്കിലേ ചെവിയുടെ പ്രീമിയം കുറഞ്ഞു കുറഞ്ഞു വരിക. അതിന്റെ ഇടയിൽ ഇതും കൂടെ കുത്തിക്കേട്ടണോ? നേരം പോകാൻ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? ചില എന്റർ ദ ഡ്രാഗൻ ഞാൻ അറിയുന്നുണ്ട്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് തള്ളിയത്? സൂര്യദാസ് ഇന്നല്ലേ അവാർഡ് വാങ്ങുന്നത്. അളിയനെ സൂര്യനെ കൂട്ടിക്കൊണ്ടുവന്നാ. എവിടെ അവരെ? അവര് പോയല്ലോ. പോയോ? എപ്പോ? പരപരാതി വിളിച്ചപ്പോഴേ പോയി. അതെന്ത് പണിയാ അളിയൻ കാണിച്ചത്? ഞാൻ വന്നിട്ട് 3 പേരും കൂടി ഒരുമിച്ച് പോകാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇവിടുന്ന് ദൂരം കുറച്ചില്ലേ, വൈകണ്ടാന്ന് വിചാരിച്ചിട്ടാവും. എന്ത് ദൂരം? കൂടി പോയാ 1.5 മണിക്കൂർ. 10 AM ചടങ്ങ്. അതിന് ഇപ്പോഴും അവിടെ പോയി കുത്തിയിരിക്കണോ? ടൗണിൽ ചെന്നിട്ട് ആരൊക്കെ കാണാനുണ്ടെന്ന് പറയുന്നത്. വീട്ടിൽ അഖിലലോക പ്രശസ്തകളും വസുമതി കൂടി സദ്യക്കുള്ള ചട്ടവട്ടങ്ങൾ ഒരുക്കുക. അവാർഡ് വാങ്ങി വരുമ്പോ സൂര്യന് കേമമായിട്ട് ഊണ് കൊടുക്കാൻ. ആ പറ്റികളോട് ഞാൻ ഇനി എന്ത് സമാധാനം പറയേ? ആകെ ചമ്മി. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അവാർഡ് വിതരണം നടക്കുമ്പോ മുൻനിരയിൽ മുൻ സീറ്റിൽ ഈ LIC മേനോൻ ഉണ്ടാകും. സാർ വല്ലതും പറ്റിയോ സാർ? ഓ, ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പേടിക്കണ്ട. എന്താ ഈ ബാനറൊക്കെ അഴിക്കുന്നത്? പരിപാടി കഴിഞ്ഞോടനെ അഴിച്ചില്ലെങ്കിലേ കണ്ടവന്മാരെ അടിച്ചോണ്ട് പോയി അണ്ടർവെയർ തയ്പ്പിക്കും. അപ്പൊ അവാർഡ് ദാനം കഴിഞ്ഞോ? അത് എപ്പോഴേ കഴിഞ്ഞു. ഞാൻ അല്പം താമസിച്ചു പോയല്ലോ. ഇനി അവരെവിടെ പോയി തപ്പാനാ? സാറിന് ആരെ കാണാനാ? സൂര്യദാസിനെ. സൂര്യദാസ് സാറൊക്കെ പോയല്ലോ. എങ്ങോട്ടാ പോയെന്നറിയോ? കാണണമെന്ന് നിർബന്ധാണ്. കണ്ടേ പറ്റും. എന്നാ അപ്സരബാറി കാണും. മാറിയോ? അളിയനും സൂര്യദാസോ? അതാണ് എന്നെ ഒഴിവാക്കിയത്. സൂര്യദാസ് വന്നോ? സൂര്യദാസ് കഥാർത്ഥ? എനിക്കറിയത്തില്ല. അരിസ്റ്റോക്രാറ്റ് ഉണ്ടോ? അരിസ്റ്റോക്രാറ്റ് ഉണ്ടല്ലോ സാർ. ആളെ കണ്ടില്ലല്ലോ. ഒരു ലാർജ് സോഡയും. എവിടെ എന്നെ കണ്ടപ്പോ വിളിച്ചതാവും. എവിടെ കൊണ്ടുപോകുന്നു? എന്റെ വീട്ടിലേക്ക്. ഇത് വീട്ടിൽ കൊണ്ടോ വേറെ ആളോട് മിസ്റ്റർ? സൂര്യദാസ് സാറിന്റെ കൈക്കുറത്തും കയറി പിടിച്ചിരിക്കുന്നു. വെള്ളമാണെന്ന് തോന്നുന്നു. അവിടെ നോക്കാം. പട്ടാ പോയാലും മോഷ്ടിക്കാൻ നടക്കുന്നു. എന്താ പ്രശ്നം? ഈ മനുഷ്യനെന്തോ പിച്ചും പേയും പറയുക. പിച്ചും പേയുമോ? പോടോ. ഈ റാസ്കർ സൂര്യദാസിന്റെ അവാർഡും തട്ടിയെടുത്തിട്ട് മുങ്ങാനുള്ള പരിപാടിയായിരുന്നു. മുങ്ങാന്? ഇയാൾ എന്താ ഈ പറയുന്നത്? എനിക്ക് കിട്ടിയ അവാർഡ് ഞാൻ എന്തിനാ തട്ടിയെടുക്കണേ? തനിക്ക് കിട്ടിയ അവാർഡോ? പിന്നെ താൻ നോക്ക്, സൂര്യദാസ് എന്ന് വെണ്ടയ്ക്കാശ് ചെയ്തിരിക്കുന്ന വെണ്ടയ്ക്കായാലും വെള്ളരിക്കായിരുന്നല്ലേ? ഇതേ വെള്ളം ഒഴിച്ചോണ്ട് മാന്യന്മാരുടെ തലേക്കരുന്ന് മൂത്രം ഒഴിച്ചോണ്ടല്ലോ അടിച്ചു തന്റെ പല്ല. സൂര്യദാസ് എന്ന് പറഞ്ഞവൻ ഈ സമയത്ത് തന്നെ അവാർഡ് കൊടുക്കാൻ തോന്നിയവൻ എന്റെ കൈ കിട്ടിയത് ഞാൻ കുത്തിയാൻ. അത് പോട്ടെ, ഒന്നും പോരല്ലോ സാർ, 2 എണ്ണം വേണ്ട. എന്താ ഞാൻ ഇയാളെ കല്യാണം കഴിക്കാൻ പോവാ? ഇതിനാണോ 300 രൂപ എന്ന് പറഞ്ഞത്? അതെ.
ഏതായാലും ഒരു പൂച്ചെണ്ട് കൂടി ഇരിക്കട്ടെ, ചെന്നിറങ്ങുമ്പോ ഒരു സ്റ്റൈലായിരിക്കും. എന്നാ ഒരു കാര്യം ചെയ്യും, ഒരു റീത്തും കൂടി ഇരിക്കട്ടെ. എപ്പോഴാ അത്യാവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും കുളത്തിലിറങ്ങി, എന്നാ പിന്നെ മീൻ പിടിച്ചിട്ട് കയറാം. അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ഇല്ലെന്ന്. ഉണ്ടല്ലോ. ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അങ്ങനെ ചൊല്ലില്ല. ചൊല്ലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ആ കാശ് എത്ര ഞങ്ങൾ കൊടുത്തേ? എത്രയാ? 300 രൂപ. ആ എന്നാ പിടി. ഓ, അവാർഡും വാങ്ങിയിട്ട് ഇവർ എവിടേക്ക് പോയോ ആവോ? മാധവന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുമെന്നാ എനിക്ക് തോന്നണേ. സൽക്കരിക്കാൻ സദ്യ ഉണ്ടാക്കിയിട്ട് വെറുതെ വിടാൻ മാധവൻകുട്ടി സമ്മതിക്കോ? ഓ വരുമ്പോ വരട്ടെ, നിങ്ങൾ ഇങ്ങനെ തുള്ളിയിട്ട് എന്താ കാര്യം? കാലനമാവൻ വരുന്നുണ്ട്. അയ്യോ ഇതെന്തായി കാണുന്നത്? എന്താ എനിക്കും കിട്ടിയടി ഒരു പറ്റ അവാർഡ്. എവിടെ ലബ്ധപ്രതിഷ്ഠ നേടാൻ പോകുന്ന കഥാകൃത്ത് അവാർഡുമായിട്ട് വന്നില്ലേ? മാധവന്റെ അവിടേക്ക് സദ്യ ഉണ്ണാൻ വന്നിട്ടുണ്ടാവുന്ന ഞങ്ങൾ വിചാരിച്ചേ. കണ്ടില്ലേ അവരെ? ഓഹോ, അവരിപ്പോഴും ഇനി എത്തിയില്ല. അച്ഛാ, ഓ അച്ഛാ, കുറെ നാളായി കുന്തപ്രാണ്ടി ചെവി കയറ്റി വെച്ചിരിക്കുന്ന നിങ്ങൾ പോട്ട്. എന്തായി കാണിക്കണേ? മനുഷ്യരിവിടെ അന്തപ്രാണം കത്തിയിരിക്കുമ്പോഴാ തന്റെ ഒരു പാട്ട്. ആകെപ്പാടുള്ള ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു, അത് പൊട്ടിച്ചു. പൊട്ടിക്കും. ഇന്ന് സകലത് പൊട്ടിക്കുന്ന ദിവസം. ആരാണ് നിർത്തണോ അല്ലെങ്കിൽ വണ്ടി അകത്ത് കയറും. അയ്യോ, ഇതുപോലൊരു അവാർഡ് ദാനം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മാധവ, നീ എന്താ വരാൻ വൈകിയത്? നിന്നെ ഞങ്ങൾ എത്ര നേരം കാത്തിരുന്നു. നീയും കൂടെ വരേണ്ടതായിരുന്നു. അയ്യേ, ഇതെന്താ ഈ കോലത്തിൽ? മാധവൻ പല കോലത്തിലും വരും. എവിടെയായിരുന്നു അവാർഡിന്റെ ധ്യാനം? ഇതെന്തൊരു ചോദ്യം? ശ്രീവരാഹം ഓഡിറ്റോറിയത്തിൽ വെച്ചെന്ന് മാധവേട്ടനല്ലേ പത്രത്തിൽ വായിച്ചത്? മണ്ണിട്ട താഴാത്ത പുരുഷനായിരുന്നു അവിടെ. മണ്ണിടാൻ അവിടെ എന്താ സവാടൊക്കെ നടക്കായിരുന്നോ? ജനക്കൂട്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ അവാർഡ് പഠിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. ശല്യമാ, മാലയിടിക്കാൻ, ഓട്ടോഗ്രാഫ് ഒപ്പിടിക്കാൻ, ആണുങ്ങളും പെണ്ണുങ്ങളും മത്സരമാ. പിന്നെ ആള് വിചാരിച്ച പോലെയല്ല. എന്തൊരു പ്രസംഗം വെച്ച് കാച്ചത്. കയ്യടിയിൽ പൂരായിരുന്നു അവിടെ. അല്ല, മർമ്മത്ത് കൊള്ളണ അടിയായിരുന്നിരിക്കും. അതെന്താ നീ അങ്ങനെ ഒരു കുത്തും കോളും വെച്ച് സംസാരിച്ചത്? കൂടെ കൊണ്ടുപോകാത്തവരുള്ള ദേഷ്യ മാധവൻ. അടുത്ത പ്രാവശ്യം അവാർഡ് വാങ്ങാൻ പോകുമ്പോ നിന്നും കൂടി കൊണ്ടുപോവാ. ഇനി അവാർഡ് മേടിക്കണമെന്ന് എന്നെ വിളിച്ചേക്കരുത്. ഇത് തന്നെ നിങ്ങൾ നിർബന്ധിച്ചോണ്ടാ ഞാൻ വന്നത്. അങ്ങനെയാണെങ്കിൽ അവാർഡ് ശില്പവും ക്യാഷ് അവാർഡും ഇവിടെ. ഇപ്പൊ ഞാൻ വേണ്ടെന്ന് വെച്ചു. വാങ്ങണമെന്ന് വിചാരിച്ചത് ഭയങ്കര വില. കലാക്ഷേത്രത്തിന് അവാർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയല്ലേ? അപ്പൊ ഇവൻ പറഞ്ഞു വേണ്ട. ക്യാഷ് വല്ല അനാഥാലയത്തിന് ഡൊണേഷൻ കൊടുത്തായിരുന്നു. ഈ മാധവന്റെ ഒരു കാര്യം ഇതൊക്കെ എങ്ങനെ അറിയുന്നു? എല്ലാം അറിയുന്നവനാണ് LIC മാധവൻ. വ്യക്തമായ തെളിവുകൾ കിട്ടിയ ശേഷം മാത്രം ഈ പോളിസി പ്രൊസീഡ് ചെയ്താൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. വരട്ടേളിയാ, വരട്ടെ വാക്മാൻ. ഇറങ്ങി പോടാ. അങ്ങനെ വല്ല ചുറ്റിക്കളി ഉണ്ടെങ്കിൽ ഏട്ടൻ അതിന് കൂട്ടു നിൽക്കുവോ? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. എല്ലാം ഞാൻ അവിടെ വെച്ച് പൊട്ടിച്ചേനെ. പക്ഷെ ഇതിൽ അളിയന്റെ വേഷം എന്താണെന്ന് അറിഞ്ഞിട്ട് മതിയെന്ന് കരുതി. വെറുതെ കഷ്ടപ്പെട്ട് സദ്യ ഒരിക്കലും മിച്ചം. അത് നീ വിചാരിച്ചാൽ തിന്ന് തീർക്കാവുന്നുള്ളതേ ഉള്ളൂ. എന്തായാലും അവൻ ഒറിജിനലാണോ പാരഡി ആണോ എന്ന് അറിഞ്ഞിട്ട് മതി ഇനി കല്യാണ ആലോചനയൊക്കെ. സൂര്യൻ അല്ലേ? അതെ. പണിക്കരെ, ഈ ഫോട്ടോ ഫയൽ ചെയ്ത് വെക്കാൻ. കണ്ടിട്ട് നല്ല മുഖപരിചയം. പത്രത്തിലൊരു പരസ്യം കൊടുത്തേ സാർ? അത് ഞങ്ങൾ ആലോചിച്ചതാണ്. പക്ഷേ നോനോ, പറഞ്ഞു കേട്ടിടത്തോളം പത്രത്തിലും ടിവിയിലും ഒക്കെ പരസ്യം കൊടുക്കുന്നത് ചിലപ്പോൾ ദോഷം ചെയ്യും. സാറ് ധൈര്യമായിട്ടിരിക്കണം. ഭൂമി ഇയാളിപ്പോ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. താങ്ക് യു മിസ്റ്റർ സേതു. എന്താ ആലോചിക്കണേ? ഏയ് ഒന്നുമില്ല, നീ കിടക്കണില്ലേ? കുറച്ചു ദിവസമായി മനസ്സിലൊരു മോഹം തോന്നാൻ തുടങ്ങിയിട്ട്. എന്തേ? നമ്മുടെ സൂര്യനെ കുറിച്ചാ. അവനെന്ത് പറ്റി? നല്ല പയ്യനാ, എനിക്ക് നന്നേ ഇഷ്ടായി. സൂര്യനെ സുമംഗലയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ആലോചിച്ചാലോ? നിനക്കവനെ നന്നേ ഇഷ്ടായി അല്ലേ? സുമംഗലയും സൂര്യനും നല്ല ജോഡിയാ. ഓ അങ്ങനെ. എന്താ, നിങ്ങൾക്ക് ഇഷ്ടല്ലേ? പിന്നെ എനിക്കവനെ ഭയങ്കര ഇഷ്ട. നമ്മുടെ മോൾക്ക് അവനെ ഇഷ്ടായി കാണോ? അവൾക്ക് അവന് ജീവനാ എന്ന് നിന്നോട് അവള് പറഞ്ഞോ? ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ അറിയാൻ? എന്നാ പിന്നെ നമുക്കതങ്ങോട്ട് നടത്തിയാലോ? അപ്പൊ പിന്നെ എങ്ങനെയാ നടത്തണേന്ന് കൂടി നീ അങ്ങോട്ട് തീരുമാനിച്ചോ? നാട്ടുകാരെ മുഴുവൻ അടക്കി വിളിക്കണോ അതോ സ്വകാര്യമായിട്ട് നടത്തിയാ മതിയോ? ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? എന്റെ തനിസ്വരൂപ പഠിപ്പിക്കണ്ട. അവളെ ആര് കല്യാണം കഴിക്കണോ എപ്പ കഴിക്കണോ അതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. കിടന്നുറങ്ങടി. എടി കിടന്നുറങ്ങാൻ. അന്തിപ്പൂമാനം പൊന്നിൽ കുളിച്ചു
കൊമ്പിൽ പാടാൻ വരുമോ കാർത്തിക മണിക്കുരുവി ചിരിക്കും പനിനീർക്കൊമ്പിൽ പാടാൻ വരുമോ കാർത്തിക മണിക്കുരുവി പൂവുണ്ടോ പൊന്നുണ്ടോ പൂക്കൈയിൽ കണിയുണ്ടോ മംഗല്യക്കോടിയുണ്ടോ നീരാടി എഴുന്നള്ളും സമ്രാട്ടി പെണ്ണെ ഇന്നെന്റെ കൂടെ പോരാമോ അന്തിപ്പൂമാനം പൊന്നിൽ കുളിച്ചു തേൻ തുളുമ്പി കനവിൻ താളിൽ കഥകളുമായി വന്നു മധുമാസം ഇതിലെ വന്നു പൂക്കാലം കാറ്റൊന്നു തൊടുമ്പോൾ കാവടിയാടി കുറുകുറെ കുറുകുന്ന കൂവരം കിളിമൊഴിയേ അന്തിപ്പൂമാനം പൊന്നിൽ കുളിച്ചു പൂഞ്ചൊടിയിൽ തേൻ തുളുമ്പി കനവിൻ താളിൽ കഥകളുമായി വന്നു മധുമാസം ഇതിലെ വന്നു പൂക്കാലം അന്തിപ്പൂമാനം പൊന്നിൽ കുളിച്ചു പൂഞ്ചൊടിയിൽ തേൻ തുളുമ്പി ചന്ദ്രോത്ത് തറവാട്ടുകാർ നടത്തിയ മാതിരി ഒരു ഉത്സവം ഇന്നേ വരെ ആരും നടത്തിയിട്ടില്ല. ആ പറഞ്ഞത് സത്യം. അതുകൊണ്ടാ പറഞ്ഞത് ഇക്കൊല്ല ഉത്സവം നമുക്ക് പൊടി പൊടിക്കണം. ഇക്കൊല്ലം പൊടി തന്നെ പൊടിക്കേണ്ടി വരും. എന്താ തമ്പ്രാനെ? അല്ല, ഉത്സവത്തിന് ഇനി സമയമുണ്ടല്ലോ, അപ്പൊ ആലോചിക്കാം. അങ്ങനെ ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ആ, എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ. ആയിക്കോട്ടെ, കമ്മിറ്റി മീറ്റിങ്ങിന് ഇങ്ങെത്തില്ലേ? ഓ, അങ്ങ് തന്നെ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു. തെരയാൻ എന്നെ ആരെങ്കിലും കുഴിച്ചിട്ടുണ്ടോ? മേനോൻ അങ്ങനെ തമാശ കേൾക്കാൻ എന്ത് രസം വന്നു. അതെയാ, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് എഴുന്നള്ളുണ്ടാന്ന്. ഞാൻ അങ്ങോട്ട് വരാം. ആരെങ്കിലും കണ്ട എന്താ വിചാരിക്കുക? വക്കീൽ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു വിട്ടതാ എത്രയും വേഗം വന്ന് കാണാൻ. എന്താ ജപ്തി ഉടനെ എങ്ങാനും ഉണ്ടാവോ? ഉടനെ ഉണ്ടാകാതിരിക്കാനുള്ള പണിയൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇയാൾ എന്തിനാ എപ്പോഴും കൈ നീട്ടണേ? എന്റെ കയ്യിൽ ചില്ലി കാശില്ല. അയ്യോ, അതല്ല, അങ്ങനെ പിടിച്ചിറക്കാനാ. പിന്നെ വിധി നടത്തു നടപടികളെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വസ്തുക്കൾ അന്യാധീനപ്പെടുത്താൻ സാധ്യത ഉള്ളതുകൊണ്ട് എത്രയും വേഗം വിധി നടത്താൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് അവന്മാരുടെ വക്കീൽ ഒരു നമ്പർ ഇറക്കി നോക്കി. മണവാള വക്കീൽ ആരാമോൻ ചാടി എഴുന്നേറ്റ് എന്ന് ഇംഗ്ലീഷിൽ ഒരു കീച്ച് കീച്ച്. അവന്മാരുടെ വക്കീലിന് ഖമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെ എത്രയും വേഗം വന്ന് വക്കീൽ അദ്ദേഹത്തെ ഒന്ന് കാണണം. മനസ്സിലായി. വക്കീൽ പീസല്ലേ, ഞാൻ വരാം. താൻ പോയിക്കോ. എന്താ ഒരു ബിരിയാണിയുടെ വേണം? അത് നമ്മുടെ സൂര്യന്റെ. താ പോടോ പോടോ. തമ്പുരാൻ എവിടെ പോയിട്ട് വരികയാണാവോ? ടൗണിൽ പോയിട്ട് വരിക. ആ മീനും കൊണ്ട് മാരാരെ എവിടേക്കാ? ഇന്നൊരു ജപ്തിലേലം ഉണ്ടേ. തമ്പുരാൻ അറിയും, ഇവിടെ ചെറുതുരുത്തിയിലെ വലിയവനക്കല്ല
എന്താ ഈ കേക്കണേ? വലിയ മനക്കില് ജപ്തിയോ? ശിവ ശിവ. ഇയാള് വന്ന് പറഞ്ഞപ്പോ ആദ്യം എനിക്ക് വിശ്വാസമില്ല. മുഴുവനും കഥ അത്രേ. ഒക്കെ ആ നാരായണൻ തിരുമേനിയുടെ പിടിപ്പില്ലായ്മയാ. ചെണ്ട കൊട്ടി അറിയിക്കൽ വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ വാദിക്ക് അങ്ങനെ തന്നെ വേണമെന്നൊരു വാശി. കോടതികാരല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇഷ്ടമുണ്ടായിട്ടല്ല, സീസൺ അല്ലാത്തപ്പോ ഇങ്ങനെ എന്തെങ്കിലും കിട്ടണതല്ലേ ഉള്ളൂ ഒരു ആശ്വാസം. വരട്ടെ തമ്പുരാനെ. നായര് പിടിച്ച പുലുവാലി. ആര് പിടിച്ച പുലിവാല? നിന്റെ അച്ഛൻ പിടിച്ച പുലുവാലി. അങ്ങനെ ഒരു ഫിലിം ഉണ്ടോ? കഞ്ഞാ പിഞ്ഞാ പറഞ്ഞിരിക്കാനേ ഞാനില്ല. നായര് പിടിച്ച പുലിവാല ഉണ്ട് ചേച്ചി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ മുത്തച്ഛ? കറക്റ്റ്. അപ്പൊ പറ, നായര് പിടിച്ച പുലുവാലിന്റെ അവസാനത്തെ അക്ഷരം ല. ലവ് ടുഡേ. മലയാളം ഇംഗ്ലീഷും തമിഴും കൂടി കൂട്ടിക്കലർത്തി പറയാനാണ് ഞാനില്ല. അങ്ങനെ നിബന്ധനയൊന്നും ഇല്ലല്ലോ. എങ്കിൽ ഞാനില്ല. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല. എന്താണ് മുത്തശ്ശനും മക്കളും കൂടി ഒരു കശപിശ? ഞങ്ങൾ സിനിമകളുടെ പേര് പറഞ്ഞ് കളിക്കുകയായിരുന്നു. കഥാകൃത്ത് കൂടുന്നോ? കൂടാലോ. ഇയാളുടെ കഥയ്ക്ക് പേര് വലുതായോ? പേര് ആയുഷ്മാൻ ഭവ. അസല് പേര് എനിക്കിഷ്ടായി. അപ്പൊ എന്നെ പോലെ ദീർഘായുസായിട്ടിരിക്കുന്ന ആളുടെ കഥയായിരിക്കും അല്ലേ? ദീർഘായുസാണോ അല്പായുസാണോ എന്ന് പറയാൻ പറ്റാത്ത ഒരാളുടെ കഥയാ. അതെന്താ അങ്ങനെ? അത് കഥയിലെ ഹീറോ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുക. ആഹാ, എന്ത് പ്രതിസന്ധിയിലാ അകപ്പെട്ടിരിക്കണേ? പറഞ്ഞു കൊടുക്കൂ സൂര്യ. പ്രതിസന്ധികളെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യാൻ ദേവയ്ക്ക് നല്ല വൈഭവാ. പറയാണെങ്കിൽ ആദ്യം മുതൽ പറയണം. അതായത് അവന്റെ ഒരു ബിരിയാണി ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ അയാൾ ആ പാലത്തിന്റെ മുകളിലെത്തി. പാലത്തിന്റെ മുകളിലൂടെ കുറെ ദൂരം നടന്നപ്പോ അയാൾക്ക് തോന്നി ആത്മഹത്യ ചെയ്യാന്ന്. ആ പാലത്തിന്റെ മുകളിൽ നിന്ന് അയാളെടുത്ത് താഴേക്ക് ചാടി. എന്നിട്ട് ചത്തോ? ചത്തില്ല. അവന്റെ ആയുഷെത്തിയില്ല, അതുകൊണ്ട് ചത്തില്ല. എന്നിട്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ആത്മഹത്യ ചെയ്യാൻ എത്തിയ മറ്റൊരാൾ അയാൾ ഈ ചെറുപ്പക്കാരനെ കണ്ടെത്തി നിർബന്ധിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ട് ആ മറ്റൊരാൾ ആത്മഹത്യ ചെയ്തോ? ചെയ്തില്ല. അത് അവര് തമ്മിലൊരു കരാറ് കാരണമാ. ചെറുപ്പക്കാരൻ ഏതായാലും മരിക്കാൻ ഉറപ്പിച്ചവനാ. അതുകൊണ്ട് അവനെ കൊണ്ട് 10 ലക്ഷത്തിന്റെ LIC പോളിസി എടുപ്പിച്ചിട്ട് ആ മറ്റൊരാൾ നോമിനിയായിട്ട് ഒപ്പുവെക്കുകയും ചെയ്തു. അതെന്തിനാ? എടാ മണ്ട, ആ ചെറുപ്പക്കാരൻ ചത്താൽ 10 ലക്ഷം അയാൾക്ക് കിട്ടില്ലേ? അമ്പടാ, ആ മറ്റൊരാൾ ആള് കൊള്ളാലോ, മഹാഭാവി. പക്ഷെ അയാൾ ആള് നല്ലവനാ. എന്ത് നല്ലവൻ? അവന്റെ പെടലിക്കെട്ട് 2 കൊടുക്ക വേണ്ടത്. അത് തന്നെ. ഇടയ്ക്ക് കയറി പറയല്ലേ അമ്മേ. എന്നിട്ട് ആ മറ്റൊരാൾക്ക് 10 ലക്ഷം കിട്ടിയോ? അവിടെയാണ് ഞാൻ പറഞ്ഞ പ്രതിസന്ധി. എന്താ അത്? ചെറുപ്പക്കാരൻ ആ മറ്റൊരാളുടെ മകളുമായിട്ട് പ്രേമബന്ധത്തിലായി. അസലായി. അയാൾക്ക് അങ്ങനെ തന്നെ വേണം. ആ ചെറുപ്പക്കാരൻ ഇപ്പൊ ചെകുത്താന്റെ കടലിനെ നടക്ക. ഒരു വശത്ത് ആ മറ്റൊരാളെന്ന ചെകുത്താനും മറുവശത്ത് പ്രേമമെന്ന കടലും. പട്ടി ചെറ്റത്തരം കാണിക്കുന്നതിന് ഒരു അതിലൊക്കെ ഉണ്ട്. അല്ല അച്ഛാ, സൂര്യന്റെ കഥ പറയായിരുന്നു. അതെ, ഞാൻ കേട്ടു. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. ആ ചെറുപ്പക്കാരൻ വിശ്വാസവഞ്ചനയല്ലേ കാണിച്ചത്. അവനെ ഞാൻ പട്ടിന്ന് വിളിച്ചത്. എന്ത് വിശ്വാസവഞ്ചന? കാണാൻ കൊള്ളാന്ന് ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയും തമ്മിൽ അടുക്കാൻ അവസരം കിട്ടിയാൽ ചിലപ്പോ പ്രേമിച്ചെന്ന് വരും. അതൊരു കുറ്റമാണോ? കുറ്റമാണ്. എന്ത് കുറ്റം? ആ ചെറുപ്പക്കാരനൊരു മനുഷ്യനല്ലേ? അവൻ വെറും ഒരു മനുഷ്യനല്ല, മരിക്കാമെന്ന് ഒരാളോട് വാക്ക് പറഞ്ഞ് കരാറിൽ ഒപ്പിട്ടവനാ. എന്ത് കരാറ്? അയാളുടെ അതിമോഹത്തിന് അങ്ങനെ തന്നെ വേണം. അതിമോഹമല്ല ദേവകി, അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാ. അത് അച്ഛൻ എങ്ങനെ അറിയാം? ഈ സൂര്യൻ തന്നെയല്ലേ പറഞ്ഞത് ആ ചെറുപ്പക്കാരന്റെ പേരിലുള്ള LIC പോളിസിക്ക് 3 മാസം കൂടുമ്പോ 25,000 രൂപ അടയ്ക്കണത് ആ പാവപ്പെട്ട മനുഷ്യനാണെന്ന്. 25,000 രൂപ അതൊന്നും സൂര്യേട്ടൻ പറഞ്ഞില്ലല്ലോ. 10 ലക്ഷത്തിന്റെ പോളിസിക്ക് 25,000 രൂപ പ്രീമിയം അടക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോടി? ഈ കഥ ശരിയാവില്ല. ഇത് തിരുത്തി എഴുതണം. തിരുത്തി എഴുതില്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. അതിന് നീ ഇങ്ങനെ തുള്ളുന്ന എന്തിനാ? കഥ കേട്ടിട്ടുള്ള ആവേശത്തില് എന്താ കൂടെ തുള്ളണോ? ആവേശം കൊള്ളാൻ വരട്ടെ. കഥ പിന്നെ എന്തായെന്ന് അറിഞ്ഞിട്ടാവാം. കഥ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. അതല്ലേ ഞാൻ പറഞ്ഞത് ചെറുപ്പക്കാരൻ ഒരു ധർമ്മസങ്കടത്തിലാന്ന്. ധർമ്മസങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കുരുതി കുഴി വെച്ചിട്ടുള്ള കോഴിയവൻ മറ്റൊരാളുടെ മോളെ കയറി പ്രേമിച്ചാണ്ടല്ലോ അടിച്ചതിന്റെ കണ്ണു. മതി മതി, കണ്ണു പൊട്ടിക്കലൊക്കെ ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാകാം. എല്ലാരും വന്നേ. ഇപ്പൊ കഥ എത്രത്തോളായി സൂര്യേട്ടാ? ഏതാണ്ട് പകുതിയോളായി. എന്നാ പിന്നെ ഇവിടെ ഒരു ഇന്റർവെൽ ആയിക്കോട്ടെ. ഓഹോ, അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണല്ലേ. ഇതൊരു വെറും കഥയല്ല. കഥ ആലോചിക്കാവൂ. അല്ലടാ, ഉറക്കാണെന്നാ തോന്നുന്നേ. വാ നമുക്ക് നോക്കാം. അമ്പടെ കള്ള, കഥ ആലോചിക്കാന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങല്ലേ? ഹീറോ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു സീനുണ്ട്. അതെങ്ങനെ ഉണ്ടാവും നോക്കുമായിരുന്നു. സത്യം ഞാനീ പറയുന്നത്. ആയിക്കോട്ടെ. എന്നിട്ടെന്താ? അപ്പോഴേക്കും സുമംഗലയെ പോലെ കഥാനായിക വന്ന് വിളിച്ചുണർത്തി. അപ്പൊ വില്ലിനെപ്പോഴാ വരിക? ഏത് സമയത്തും വരാം. ഹീറോ മരിക്കോ? പറയാറായിട്ടില്ല. മരിക്കണ്ട കേട്ടോ. മരിച്ച എനിക്ക് സങ്കടാവും. കരയിപ്പിക്കണ സിനിമ എനിക്ക് ഇഷ്ടമല്ല.
എല്ലാരും ചിരിപ്പിക്കണമെന്ന് തന്നെ എന്റെ മോഹം. പക്ഷെ വിധി എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ, അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. കേട്ടിട്ടില്ലേ? എടേ, കഥ ആലോചിക്കുന്ന സ്ഥലത്ത് ഒന്ന് ശല്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഹീറോ മരിക്കണ്ട കേട്ടോ, പ്ലീസ് എന്നെ ഓർത്ത്. പറഞ്ഞത് കേട്ടില്ലേ? പോയ രണ്ടാളും. അപ്പോഴേ നീ എന്താ തീരുമാനിച്ചേക്കണേ? എന്ത് തീരുമാനിക്കാൻ? നീ ഇവിടെ വന്നിട്ട് എത്ര നാളായിന്നറിയോ? എത്രയായി? മാസം 6 കഴിഞ്ഞു. 6 മാസോ? ഇന്നലെ വന്ന പോലെ തോന്നണു. നിനക്ക് അങ്ങനെ തോന്നും. മുട്ടയും ചിക്കൻ ബിരിയാണിയും ഒക്കെ അടിച്ച് സുഖമായിട്ട് കിടന്നു ഉറങ്ങി എന്റെ മോളുടെ പിന്നാലെ പഞ്ചാര അടിച്ച് നടക്കണം. നിനക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാനിവിടെ തീ ചവിട്ടി നിൽക്കണത്. എനിക്കൊരു ദിവസം എന്ന് പറഞ്ഞൊരു കൊല്ല. എന്താ ഇങ്ങനെ നോക്കണേ? ഏയ് ഒന്നുമില്ല. ദേ, ഇന്നോ നാളെയോ മറ്റന്നാളോ മരിക്കണമെന്ന് ഞാൻ പറയണില്ല. നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ചൊരു തീയതിയും വേണ്ട. നീ എന്ന് മരിക്കും? അല്ല, 1 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്ത LIC-കാരനൊക്കെ പണം തരുമോ? അക്കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. ഒക്കെ ഞാൻ വാങ്ങിച്ചെടുത്തോളാം. നീ ഇവിടെ നിൽക്കണ ഓരോ നിമിഷവും എന്റെ നെഞ്ചിനകത്ത് തീയ. പക്ഷെ ഞാൻ മരിച്ച സുമംഗല. ദേ, എന്റെ സമനില തെറ്റിക്കണ്ട കേട്ടോ. സുമംഗലയുടെ കാര്യം നോക്കാൻ ഞാനുണ്ട്. മര്യാദക്ക് എത്ര വേഗം മരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ടൈം എന്തായി? സമയം എത്രയെന്ന്? ഇപ്പൊ വേണ്ട. ആരെങ്കിലും കണ്ടാ കുഴപ്പാവും. അത് ഈ കുളത്തിൽ വേണ്ട കേട്ടോ. പറ്റിയ സ്ഥലം നമുക്ക് വേറെ കണ്ടുപിടിക്കാം. സന്ധ്യാവട്ടെ. സന്ധ്യക്കാണോ മനുഷ്യൻ പാല് കുടിക്കുന്നത്? പാലാ? ഉച്ചയൂണ് കഴിഞ്ഞ് എടിച്ച എനിക്ക് 1 ഗ്ലാസ് പാല് കുടിക്കുന്നത് പതിവാ. പാല് കുടിക്കാനാണോ സമയം ചോദിച്ചത്? നിന്നെ കൊണ്ട് കുടിപ്പിക്കാടാ. പാലും തൈരും മോരും ഒക്കെ കുടിപ്പിക്കാടാ. ഇതെന്താ എഴുതിയിരിക്കണേ? കഥ നിന്റെ കഥ. ഞാൻ ഇവൻ ആര് മുട്ടത്തോർക്കിയോ? പൊള്ളിച്ചോ കയ്യ? എന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നേ? തിളച്ചു പൊങ്ങണ കണ്ടപ്പോ. വേണ്ട വേണ്ട. അടുപ്പിൻചോട്ടിൽ കാവലിരിക്കണ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. എന്ത്? ഓ, ഒന്ന് സഹായിച്ചു തരാന്ന് വെച്ചപ്പോ. ഓ, ഇതുവരെ ഇല്ലാത്തൊരു സഹായം. ഒന്ന് ഞെളിയണ്ട. ചെന്ന് ഗ്ലാസ് കഴുകിക്കൊണ്ടോ, ഞാൻ പകർന്നു തരാം. ശരിക്കും നാറ്റിക്കോണേ. സൂര്യന് അധികം ചൂട് ഇഷ്ടല്ല. കൊള്ളി. എന്റെ വിശ്വരൂപം എടുക്കേണ്ടി വരുന്ന തോന്നണേ. എല്ലാവർക്കും മുകളിലേക്ക് നോക്കിയ ആകാശം, താഴത്തേക്ക് നോക്കിയ ഭൂമി. ഗോവിന്ദമേനൻ അങ്ങനെയല്ല. മുകളിലേക്ക് നോക്കിയാലും ആകാശം, താഴത്തേക്ക് നോക്കിയാലും ആകാശം. ആരോട് അച്ഛൻ സംസാരിക്കുന്നേ? ഞാൻ എന്നോട് തന്നെയാ. എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കുന്നില്ല. എന്താ കാര്യം? ഒന്നുമില്ലേ, വെറുതെ നിക്കവിടെ. എന്താ പാല്. ആർക്കാ? സൂര്യേട്ടനെ കൊടുക്കാനാ. കുറച്ച് പഴം കൂടി എടുക്കായിരുന്നില്ലേ? പഴം വേണമെന്ന് സൂര്യേട്ടൻ പറഞ്ഞോ? ഓ, സൂര്യേട്ടൻ കൂരിയേട്ടൻ കൊണ്ടുപോടി അടുത്ത്. മേലാലിങ്ങനെ പാലും പഴമായിട്ട് എഴുന്നള്ളിയാണ്ടല്ലോ, വെട്ടി നുറുക്കും ഞാൻ. എന്താ ഈ പറയണേ? പാല് കൊണ്ട് കൊടുക്കാൻ ഞാനാ പറഞ്ഞേ. നീയാ പറഞ്ഞേ? ഈ വീട്ടിൽ വരുന്നവർക്കും പോണവർക്കും പാല് കൊടുക്കാൻ നീ എന്താ ഇവിടെ മിൽമാ ബൂത്ത് വെച്ചെടുത്തുണ്ടോ? വരണവരും പോണവരോ? സൂര്യൻ നമുക്ക് അങ്ങനെയാണോ? പിന്നല്ലാതെ. അവൻ വന്നു, എപ്പോഴാ അവന്റെ കഥ തീരാ അപ്പൊ അവൻ പോവും. അത്രക്കുള്ള ബന്ധം മതി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതിൽ കൂടുതൽ ആരെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ബന്ധം ഉണ്ടാക്കിയ കാവിലമ്മയാണ് സത്യം. എല്ലാത്തിനും ഞാൻ കരിച്ചു കളയും. അങ്ങനെ പശുമ്പാലിന് ഇത്രയും കട്ടിയില്ലെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താ അമ്മ ഇത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. മോള് വിഷമിക്കാണ്ടിരി. കാവിലമ്മ ഒക്കെ നേരെയാക്കി തരും. മേനു വേണ്ടി വലിയൊരു റിസ്ക്കാ ഞാൻ എടുക്കുന്നത്. എന്തുവാ? വാല്യുബിൾ സെക്യൂരിറ്റി ചീറ്റ് ചെയ്തുണ്ടാക്കിയതാണെന്ന് തെളിയിക്കാനാണ് എന്റെ ശ്രമം. അത് തെളിഞ്ഞാൽ 421, 2, 3, 4 എന്നീ വകുപ്പുകൾ അനുസരിച്ച് മൂസാക്കുട്ടിക്ക് 7 കൊല്ലം വരെ തടവും പിഴയും കിട്ടാം. തെളിയിക്കാൻ പറ്റുമോ? വക്കീലത്തെ വിചാരിച്ച തെളിയിക്കാൻ പറ്റാത്ത കേസുണ്ടോ? മൂസാക്കുട്ടിയെ ശിക്ഷിപ്പിക്കണമെന്ന് എനിക്കില്ല. പക്ഷെ എന്നെ രക്ഷിക്കണം. ഇനി അഥവാ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ വേറെ പണിയുണ്ട്. മെറ്റീരിയൽ ഇറഗുലാരിറ്റി മിസ്റ്റേക്ക് ഓർ ഫ്രോഡ് ഇൻ പബ്ലിഷിംഗ് ഓർ കണ്ടക്ടിംഗ് ദ സെയിൽ എന്ന് പറഞ്ഞ് നമുക്ക് അപേക്ഷ കൊടുക്കാം. എന്തുവാ? പക്ഷെ പണം കെട്ടിവെക്കേണ്ടി വരും. വെക്കാം. കുറച്ചും കൂടെ സാവകാശം കിട്ടണം. അങ്ങനെ ഇങ്ങനെ സാവകാശം പറയാൻ തുടങ്ങിയിട്ട് 4 കുറെ ആയല്ലോ. അതിന് അവന്റെ മനസ്സൊന്ന് മാറി കിട്ടണ്ടേ? ആരുടെ? അത് പിന്നെ എനിക്ക് കുറച്ച് പണം ഉണ്ടാക്കി തരാന്ന് ഒരുത്തം പറഞ്ഞിട്ടുണ്ട്. അവന്റെ കാര്യം പറഞ്ഞതാ. പണം ഉണ്ടാക്കി തരാന്നോ? ഓ, അപ്പൊ കള്ളനോട്ടടിക്കാരുമായിട്ടാണ് കൂട്ടല്ലയോ? അല്ല, ഇവൻ നല്ല നോട്ടടിക്കാരനാ. അല്ല, നല്ലവനാണെന്ന് പറഞ്ഞതാ. നല്ലവനായാലും ചീത്തവനായാലും കെട്ടിവെക്കാനുള്ള പണം ഉണ്ടാക്കി വെച്ചോ. വണ്ടി അറിയോ? അളിനെന്താ കോടതി പരിസരത്ത്? മുൻകൂർ ജാമ്യം എടുക്കാൻ വന്നാണോ? മുൻകൂർ ജാമ്യോ? അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. കുറ്റവും വകുപ്പും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നിയമം കുറച്ചൊക്കെ ഞാനും പഠിച്ചതാണെന്ന് അളിയാൻ അറിയാമല്ലോ. വാ വാ അളിയ, വാ. അളിയൻ കേട്ടോ, ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ, അതായത് ആൾമാറാട്ടം 416 വകുപ്പ് അനുസരിച്ച് കുറ്റകരവും 419 വകുപ്പ് അനുസരിച്ച് ശിക്ഷാർഹവുമാണ്.
താൻ മറ്റൊരാളാണെന്ന് ഭാവിക്കുകയോ അറിഞ്ഞുകൊണ്ട് ഒരാളെ വേറൊരാളിന് പകരം ആളായി നിർത്തുകയോ ചെയ്യുന്നത് കുറ്റകരമായ ആൾമാറാട്ടമാണ്. ദി ഒഫൻസ് ഈസ് കമ്മിറ്റഡ് വെദർ ദ ഇൻഡിവിജ്വൽ പേഴ്സണേറ്റഡ് ഈസ് എ റിയൽ ഓർ ഇമാജിനറി പേഴ്സൺ. അപ്പൊ അളിയനെല്ലാം മനസ്സിലായില്ല? എല്ലാം മനസ്സിലായി. ഞാൻ ജീവിച്ചിരിക്കുമ്പോ LICയെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അളിയൻ എന്നെ ചതിക്കരുത്. ഇപ്പോഴെങ്കിലും എന്റെ അളിയന് ബുദ്ധി ഉദിച്ചല്ലോ അളിയ. വക്കീലന്മാരോടും അളിയന്മാരോടും കള്ളം പറയരുത്. വക്കീലന്മാരോടും ഡോക്ടർമാരോടൊന്നല്ലേ? ഡോക്ടർമാരോടും ഒന്നും ആവാം. ബെഡ് നമ്പർ 10 പേഷ്യന്റിന് കണ്ടിന്യൂ ദ സെയിം ഡോസ്. ഹി വിൽ ബി നോർമൽ ഇൻ 2 days. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഹൗ ഷീ? ഷീ ഈസ് ഓൾ റൈറ്റ്. BP കൂടിയതാണ്. മിസ്റ്റർ പ്രകാശ്, പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, അനുസരിക്കില്ല അല്ലേ? സോറി സർ. എന്തായി? സൂര്യനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, പക്ഷെ അവനെ കണ്ടെത്തും വരെ എന്റെ ജീവൻ സൂക്ഷിക്കാൻ കഴിയുമെന്ന് എന്റെ പേടി. എനിഹോ, ജീവനോടുണ്ടെങ്കിൽ ഞാൻ അവനെ കണ്ടുപിടിക്കും. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അളിയൻ എന്നോട് മറച്ചു വെച്ച ഒട്ടും ശരിയായില്ല. അപ്പൊ അളിയൻ എന്നെ അന്യനായിട്ട് കണ്ടു. എന്റെ ദുഃഖങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കൂടി എന്തിനാ ദുഃഖിപ്പിക്കണേ? അളിയന്റെ വിഷമം എന്റെ വിഷമമാണ്. അളിയന് വേണ്ടി ഞാൻ ആത്മാഹുതി ഏതോ ചെയ്യാം. അളിയൻ ആത്മഹത്യ ചെയ്ത എന്റെ പെങ്ങളും കുട്ടികളും വഴിയാതാരാവില്ലേ? വേറെ ആളെ തപ്പാം. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവനെ കൊല്ലണോ? വേണ്ട, അവനെ കൊണ്ട് ആത്മഹത്യ ചെയ്യാമെന്ന് സമ്മതിപ്പിച്ചാ മതി. സമ്മതിപ്പിക്കാം. പക്ഷെ അതിനാദ്യം സുമംഗലയുടെ മനസ്സിൽ നിന്ന് അവനെ പറിച്ചെറിയണം. പറിച്ചെറിയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള പ്രേമാണെന്നാ തോന്നണേ. കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനല്ലേ, മോഹങ്ങൾ ഒരുപാട് കാണും. ആ മോഹങ്ങൾക്കൊരറിവ് വരുത്തിയ അവൻ അവന്റെ വഴിക്ക് പോക്കോളും. അതിനെന്താ ഒരു വഴി? ഒരു ലാരജറ വഴിയുണ്ടല്ലേ? ഇന്നെന്ത് പറ്റി കുട്ടിക്ക്? മെയ്യും മനസ്സും താളത്തിന് വരണില്ലാലോ. മോളെ, ആടുമ്പോ മനസ്സ് അതിൽ തന്നെ ഏകാഗ്രമായിരിക്കണം. സോറി ടീച്ചർ, ഇന്നിനി മതി. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. കൊള്ളാം, അരങ്ങേറ്റം അടുത്ത് വരുമ്പോഴാണോ ഈ മടിയും മടുപ്പും? മടിച്ചിട്ടല്ല, വല്ലാത്തൊരു തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. തലവേദന ശുദ്ധ കള്ള. കുറച്ച് ദിവസമായി ഞാനത് ശ്രദ്ധിക്കുന്നു. അവൾക്ക് എന്തോ ഒരു മനോവിഷമുണ്ട്. ടീച്ചർ ഇരിക്കെ, കാര്യം എന്താണെന്ന് ഞാൻ സൂത്രത്തിൽ അറിഞ്ഞിട്ട് വരാം. അല്ല, ഞാൻ ഇറങ്ങായി. ക്ലാസ് മുടങ്ങിന്ന് കരുതി ടീച്ചർ ധൃതി കൂട്ടണ്ട. നമുക്ക് ഇതിന് കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ്, അല്ല നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് കാപ്പി കുടിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ തന്നെ ഞാൻ കുറച്ച് നേരത്തെ പോകാൻ വെച്ചിരിക്കായിരുന്നു. മുത്തശ്ശിക്ക് നല്ല സുഖമില്ലേ? എന്നാ പിന്നെ ഞാൻ ആഴ്ചയിൽ ആകെ കിട്ടുന്ന 2 ദിവസം 2 മണിക്കൂർ എന്നിട്ട് ഉണ്ടായിരുന്നു. അതും കട്ടായി. അല്ല, ഇന്ന് ഇത്ര പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞോ? സുമംഗലിക്ക് നല്ല സുഖമില്ല അത്രേ. എന്തു പറ്റി? അവനും ടീച്ചറോട് സംസാരിച്ചു. എവിടെ? എന്ന് ഞാൻ വരട്ടെ. അവള് വരൂ. അവള് വരട്ടെ. വരുമ്പോ ചില പ്ലാൻസ് ഞാൻ പറഞ്ഞുതരാം. അതിനനുസരിച്ച് അളിയ 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 അളിയൻ എന്തിനാ ഓടിയത്? ശരിയാണല്ലോ, അവള് വരണേ ഞാൻ എന്തിനാ ഓടിയത്? ഇതാണ് പറ്റിയ സന്ദർഭം. അളിയൻ തീ കൊളുത്തി തന്നാ മതി. അത് മുറം കൊണ്ട് വീശി വീശി ഒരു തീക്കുണ്ടാക്കുന്നതിന് ഞാൻ ഏറ്റു. ഞാൻ കൊളുത്തിയ കത്തുവോ? കത്തും. ദാവളെത്തി. ഞാൻ പറഞ്ഞ പോലെ. സുമംഗലിക്ക് തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ക്ലാസ് നേരത്തെ നിർത്തി. അവൾക്ക് ഈടെയായിട്ട് ഇത്തിരി തലയുറ്റിലൊക്കെ ഉണ്ട്. പേടിക്കാനൊന്നുമില്ല, അതിനുള്ള മരുന്ന് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ടീച്ചറോട് വന്നേ, എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. അപ്പോഴേ ഇങ്ങനെ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാ ആശ തീരുക? മനസ്സിലൊരാളോട് മോഹം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ആരുടെ കാര്യം അങ്ങനെ പറയണേ? എന്നോട് വിളിക്കണ്ട, ഞാൻ കണ്ടു. ടീച്ചറുടെ മനസ്സിലൊരു സൂര്യൻ ഉദിച്ചിരിക്കണത് ഞാൻ കണ്ടു എന്നാ പറഞ്ഞേ. എന്താ ശരിയല്ലേ? പേടിക്കണ്ട, ഇവിടെ നോക്ക്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. ചേരേണ്ടവര് തമ്മിൽ ചേരുന്നത് എനിക്കിഷ്ടാ. ഞാൻ മാത്രം ഇഷ്ടപ്പെട്ട പോരല്ലോ. പോരാ, അവനും ഇഷ്ടപ്പെടണം. അതിന് ചില വിദ്യകളൊക്കെ ഉണ്ട്. വല്ലപ്പോഴും കാപ്പി കുടിക്കാനോ ഊണ് കഴിക്കാനോ വീട്ടിലേക്ക് ക്ഷണിക്കണം. ഞാൻ ക്ഷണിച്ച സൂര്യേട്ടൻ വരുവോ? നീ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും സൂര്യൻ ഉദിക്കും. ഇല്ലെങ്കിൽ ഈ ഗോവിന്ദ മേനോനെ ഉദിപ്പിക്കും.
എന്തായി? കൊളുത്തി. അളിയൻ പറഞ്ഞതുപോലെ കൊളുത്തി. ഇന്ന് അത്താഴത്തിന് സൂര്യനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങൾ എനിക്ക് വിട്ടേരെ. അവന്റെ മോഡ് ഓഫ് പേയ്മെന്റ് അടിച്ചളക്കി ബ്രാഞ്ച് പൂട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നമ്മൾ തമ്മിൽ ഫ്രണ്ട്സായ നിലയ്ക്ക് അറിഞ്ഞ വിവരം പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ടീച്ചറോട് അവരെന്താ പറഞ്ഞത്? കൃത്യമായി ഒന്നും മനസ്സിലായില്ല. എന്തായാലും സൂര്യേട്ടന് കൊടുക്കാനുള്ള ഒരു കെണിയാണെന്ന് ഉറപ്പാ. നമ്മൾ കാമുകന്മാർക്ക് ഇടയ്ക്ക് കാരണവന്മാർ ഇങ്ങനെ പാറയും കൊണ്ട് വന്നാ എന്താ ചെയ്യാ? അച്ഛൻ വരുന്നുണ്ട്. തട്ടിപ്പോയാ? ഉറങ്ങായിരുന്നു അല്ലേ? പിന്നെന്താ, ഞാൻ ചത്ത് കിടക്കായിരിക്കുന്നു വിചാരിച്ചോ? ഇങ്ങനെ ചങ്കി കുത്തണ വാക്കുകൾ പറയല്ലേ സൂര്യ. നിനക്കറിയോ, ഞാൻ നിന്നോട് മാപ്പ് പറയാൻ വന്നതാ. ഞാൻ എന്തൊക്കെയോ ദേഷ്യപ്പെട്ടു. മനസ്സിന്റെ വിഷമം കൊണ്ടാ. നീ എനിക്ക് മാപ്പ് തന്നെ അനുഗ്രഹിക്കണം. മാപ്പ് തന്നെ അനുഗ്രഹിക്കാൻ ഞാൻ അവതാരമൊന്നുമല്ലല്ലോ. അതെ, എനിക്ക് നീ അവതാര. എന്റെ മാനം കാക്കാൻ ഈശ്വരൻ പറഞ്ഞയച്ചതാ നിന്നെ. ഒരുപാട് പതപ്പിക്കലൊന്നും വേണ്ട. കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ നിന്നെ കുറിച്ച് ഒരുപാട് ആലോചിച്ചു. എന്താ ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങോട്ട് ആലോചിക്കാൻ? കാര്യണ്ട്. നീ ഒരു അവിവാഹിതനായ ചെറുപ്പക്കാരനല്ലേ? മോഹങ്ങളൊക്കെ ഒരുപാട് നിന്റെ മനസ്സിലുണ്ടാവില്ലേ? അതൊക്കെ സാധിക്കാതെ നീ മരിക്കണമെന്ന് പറയുന്ന ഞാൻ എന്തൊരു ദുഷ്ടനാ. എന്റെ മനസ്സിൽ ഒരുപാട് മോഹങ്ങൾ പൂവണിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതൊന്ന് പുഷ്പിച്ചു തരാൻ പറ്റുമോ? ഞാൻ പുഷ്പിപ്പിക്കും. അതിനുള്ള ചില ഇടപാടുകളൊക്കെ ഞങ്ങളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞങ്ങളോ? അല്ല, ഞാൻ. ഇന്ന് രാത്രി നീ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. എവിടേക്ക്? അതൊക്കെ ഞാൻ പറയാം. രാത്രി നമുക്ക് പോവാം. ഇന്ന് നിന്റെ മോഹങ്ങൾ പൂവണിയുന്ന ദിവസാ. നിന്നെ വാണിഭ കേസിൽ കുടുക്കട മോനെ. വാണിപോ? വാണിയംകുളം വഴി പോയി നിന്റെ മോഹങ്ങൾ പൂവണിയാലോ എന്ന് പറയായിരുന്നു. അയ്യോ മുത്തശ്ശി, ഞാൻ വെച്ചോളാം. മുല്ലപ്പൂവിന്റെ നല്ല മണം ഉണ്ടല്ലോ. എവിടുന്നാ? അത് പിന്നെ മുത്തശ്ശി, നാളെ നമ്മുടെ മുല്ലക്കിലെ ശാരദാമണിയുടെ കല്യാണ. രാവിലെ പോകുമ്പോ ചൂടാൻ വാങ്ങിതാ. ഇത്തിരി വെള്ളം തളിച്ച് സൂക്ഷിച്ചു വെച്ചോ. ഇല്ലാച്ച വാടിപ്പോ. ശരി. അവൻ പൂമുഖത്ത് ഒന്ന് ബെല്ലടിച്ചാൽ അപ്പ വീണോ അടി. അത് ഞങ്ങൾ ഏറ്റു സാർ. അതാണ് വീട്. ഉറങ്ങിക്കാണു. ലൈറ്റ് കണ്ടില്ലേ? ലൈറ്റ് ഇട്ട് കിടന്നുറങ്ങണവരുണ്ടാവൂലേ? ആദ്യം മേനവും പോയി നോക്ക്. പേടിക്കാനൊന്നുമില്ല, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇങ്ങനൊരു പേടിത്തുണ്ട്. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാം. മോനെ, നിന്റെ പ്രായത്തില് പുത്തമ്പര കല്യാണിയുടെ വീട്ടിലേക്ക്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പോയി അടിച്ചവന്റെ മുതുക് പൊളിക്കേ. മുതുക് പൊളിഞ്ഞൊന്ന് പൂർണ്ണ ബോധ്യമായിട്ട് സാറ് പണം തന്നാ മതി. പോ. ആരാണെന്ന് നിനക്ക് അറിയില്ലല്ലേ? അർദ്ധരാത്രിയിൽ കള്ളക്കാമുകളെ ക്ഷണിച്ചു വരുത്തിട്ട് ശീലാവതി ചമയുന്നു. അവന്റെ തുണി അല്ലെങ്കിൽ അളിയനായിരുന്നോ? എക്സ്ക്യൂസ് മീ. ഇങ്ങനൊരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൊന്നിട്ടാകായിരുന്നില്ലേ? ഇനി ഇവളെ എന്ത് പറഞ്ഞാ ഞാൻ വിശ്വസിപ്പിക്കുക? എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇനി കള്ളങ്ങളൊന്നും ഉണ്ടാക്കി പറയണ്ട. കെട്ടുപ്രായ ഒരു മോളുണ്ടെന്ന് കൂടി ഓർക്കാതെ. അതെങ്ങനെയാ? 70-ാം വയസ്സിൽ ശൃംഗരിക്കാൻ നടക്കുന്ന അച്ഛന്റെ അല്ലേ മോൻ? ദേവകി, നീ വിചാരിക്കുന്ന പോലെ എനിക്ക് ആരോടൊരു മോഹമില്ല, എന്റെ ആത്മാവിനോട് പോലും. അയ്യോ, ഇനി അവള് മുദ്ര കാണിക്കാൻ ഇങ്ങോട്ട് വരട്ടെ. തിളച്ച വെള്ളം ഒഴിക്കുന്ന മുഖത്ത്. ആ കുട്ടി വെറും പാവാ. കുട്ടി അവളെ പറഞ്ഞ ഇഷ്ടമായില്ല അല്ലേ? പലരും എന്നോട് പറഞ്ഞതാ അവളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന്. അതൊന്നും കേൾക്കാതെ മോളെ പോലെ കരുതി എന്നോട് തന്നെ അയച്ചാതി. ഈശ്വര, ഇതിനൊക്കെ എന്താ ഞാൻ മറുപടി പറയാ? അച്ഛൻ ഇനി ഒന്നും പറയണ്ട. ഇവിടെ കമ്മ നടിച്ചു കിടന്നോ. മോളെ, നീയെങ്കിലും അച്ഛനെ വിശ്വസിക്ക്. അച്ഛൻ സത്യം പറയാം. സത്യം ഞാൻ പറയാം. നിന്നെ എന്തിനാ കെട്ടിയെടുത്തേ? എന്നെ കുറെ നാളായി ചില സത്യങ്ങൾ ഈ ചങ്കിനകത്തിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇനി അത് മറച്ചു വെക്കാൻ എന്നെ കൊണ്ടാവില്ല. നിന്റെ സത്യം ഇവിടെ ആർക്കും കേൾക്കണം. ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും സത്യങ്ങൾ ഞാനൊന്ന് തുറന്നു പറയും. സത്യം പറയാൻ ഞാനുണ്ട് ഇവിടെ. സത്യം ആർക്കും പറയാലോ, പക്ഷെ അത് മറച്ചു വെക്കാനൊന്നും ആർക്കും അധികാരമില്ല. എങ്കിൽ സത്യം ഞാൻ പറയാം. ചേച്ചി സൂര്യട്ടും കല്യാണം കഴിക്കുന്ന അച്ഛൻ ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്കും ഗംഗാവതി ടീച്ചർക്കും അവിഹിത ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് സുമംഗലയുടെ മുമ്പിൽ എന്നെ താറടിച്ച് കാണിക്കാൻ വേണ്ടി അളിയനും കൂടി ഒരിക്കലും കുതന്ത്രമല്ലേത്? ദേ, ഇതല്ലേ സത്യം. പക്ഷെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. വരട്ടെ എന്നെ. സത്യമാണ് കേട്ടത്.
സത്യ, അവൻ പറഞ്ഞത് മുഴുവനും സത്യ. എന്തിനാ അച്ഛൻ ഇങ്ങനെ ചെയ്തത്? എന്തുകൊണ്ട് അച്ഛന് സൂര്യനെ ഇഷ്ടമല്ലാത്തത്? എനിക്ക് അവനെ ഇഷ്ടമല്ല ആരാ പറഞ്ഞേ? പറയ്, എനിക്കറിയണം. മോളെ, അത് പുറത്തു പറയാൻ പാടില്ലാത്തൊരു പരമരഹസ്യം. വേണ്ട, ഇവിടെ ആരോടും ഒന്നും ഒളിക്കണ്ട. എന്താണെന്ന് പറയേ. അതൊന്നും താങ്ങാനുള്ള ശക്തി നിങ്ങൾക്കില്ല. ഉണ്ട്, സുമംഗലിക്കുണ്ട്. അച്ഛൻ പറയും. സൂര്യൻ ഇനി അധികം ആയുസില്ല. ഏത് നിമിഷവും മരിക്കാവുന്ന മനുഷ്യനാണ്. അപ്പോ ഡൈയിങ് പേഷ്യന്റ് ആണോ അച്ഛാ? ചേച്ചി, ആകാശദൂത് സിനിമയിൽ നമ്മൾ കണ്ടില്ലേ, മൂക്കിന്ന് വായുന്നൊക്കെ ചോര വന്നിട്ട് ബ്ലഡ് ക്യാൻസർ ആയ ആ മാധവി. എന്റെ ഭഗവതി, നേരാണോ അച്ഛാ? എന്താ സൂര്യേട്ടന്റെ അസുഖം? വൈദ്യശാസ്ത്രത്തിന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തോ ഒരു രോഗം. എന്റെ കാവലമ്മേ, ഇങ്ങനൊരു രോഗം ഉണ്ടെന്ന് സൂര്യേട്ടൻ അറിയാമോ? ഇല്ല, ഒരിക്കലും അവൻ അറിയിക്കില്ല. അവന്റെ അച്ഛന് ഞാൻ വാക്കു കൊടുത്തിരിക്കുക. അമ്മയെ സമാധാനിപ്പിക്കുമ്പോളെ. വേണ്ട മോളെ, ഇങ്ങനൊരു ബന്ധം നമുക്ക് വേണ്ട. ഇപ്പോഴെങ്കിലും ഇതൊക്കെ അറിഞ്ഞത് എന്റെ കുട്ടിയുടെ ഭാഗ്യാന്ന് കൂട്ടിക്കൊള്ളൂ. എന്താ നമ്മുടെ നീ ഓടണേ? ഞാനൊരു കല്യാണം കഴിക്കാൻ പോവാ. താൻ പോരണോ? എവിടെയെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോയാ അപ്പൊ ഈ പണ്ടാറം ചെണ്ടയായിട്ട് വരും. ഇതവിടെ തട്ടി പിടിക്കും. ഓ, ക്ലാസ്സും കഴിഞ്ഞ് ഞാൻ എത്ര നേരം ബസ് സ്റ്റോപ്പിൽ കുത്തിപ്പിടിച്ചു നിന്നറിയോ? സോറി അഖില, കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ വൈകി. എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈശ്വരി, അമ്മാവൻ. മാറിക്കോടോ. അച്ഛനുണ്ടോ ഇവിടെ? ഞാൻ ക്ലാസ്സിൽ നിന്ന് വരുന്ന വഴിയാ. ആരുടെ അവൻ? വേണ്ട, ഇപ്പൊ സംസാരിക്കണ്ട. എല്ലാ ഇതിലും ഉണ്ടാവില്ലോ. എല്ലാ പിള്ളേരും കുഴപ്പമാണപ്പോ അല്ലേ? കുട്ടി പേടിക്കണ്ട, അമ്മാവൻ കൊണ്ടുപോയത് എന്റെ അച്ഛന്റെ കഷായത്തിന്റെ ലിസ്റ്റാ. ഇതാ ശരിക്കുള്ള ലവ് ലെറ്റർ. ശരിക്കുള്ളത് നീ തന്നേക്ക മോനെ. എന്താ ഏട്ടാ? അളിയനെവിടെ? ദേ അപ്പുറത്തുണ്ട്. എന്താ ഏട്ടാ ഇത്ര സന്തോഷത്തില്? 10 ലക്ഷത്തിന്റെ പോളിസിയുടെ കാര്യം പറയാനാ. അളിയാ, എന്താ അളിയാ, അവന്റെ കഥ കഴിഞ്ഞോ? ഇല്ല, പക്ഷെ അധികം വൈകാതെ തീരും. അപ്പൊ നമ്മൾ വെച്ച കെണി ഏറ്റു. അതായിട്ടില്ല. നിക്കക്കളി ഇല്ലാതെ വന്നപ്പോ ഞാൻ സത്യം പറയാൻ തുടങ്ങിയതാ. കാവിലമ്മ രക്ഷിച്ചു. ഇപ്പൊ കഥ വേറെ വഴിക്ക് തിരിഞ്ഞിരിക്കുക. ഏത് വഴിക്ക്? അവന് ദീർഘായുസില്ലാന്നും ഏത് സമയത്തും മരിക്കാവുന്ന ഒരു രോഗിയാണെന്നും ഞാൻ പറഞ്ഞു. സുമക്കുട്ടി ദേവകിയും ഞെട്ടിരിക്കുക. നേരാണോ? അച്ഛനാണ് നേര്. അപ്പൊ അവന്റെ അനുരാഗത്തിന്റെ ആദ്യ ഞരമ്പ് തന്നെ കട്ടായി. ഇനി അവന് തൂങ്ങാനുള്ള കയറ് നമുക്ക് അവനെ കൊണ്ട് തന്നെ പിരിപ്പിക്കാം. അളിയാ, ഞാൻ പോട്ടെ, എനിക്ക് ധൃതിയുണ്ട്. അളിയനെ സ്കൂട്ടർ കൊണ്ട് അയ്യോ, അത് വേണ്ട. അളിയാ, ഞാൻ സ്കൂട്ടർ കൊണ്ടുവിടാം. അത് മാത്രം പറയാം. അളിയാ, അത് മാത്രം ഞാൻ കൊണ്ടുവിടാം. വേണ്ട. എന്റെ സൂര്യേട്ടനൊന്നും വരുത്തല്ലേ ദേവി. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. പിന്നെ കരിമരുന്നിന്റെ കാര്യം അത് ആലിക്കയെ തന്നെ ഏൽപ്പിച്ചാ മതി. അത് പിന്നെ അങ്ങനെയല്ലേ ഉള്ളൂ. മോളെന്താ ഒറ്റയ്ക്ക്? സൂര്യേട്ടനൊരു പുഷ്പാഞ്ജലി കഴിക്കാച്ച് വന്നതാ. നിങ്ങൾ നടന്നു, ഞാൻ വരാം. ശരി. നമ്മള് കൊതിച്ചത് കിട്ടണമെന്നില്ല, വിധിച്ചതേ കിട്ടൂ. എന്റെ മോള് വിഷമിക്കണ്ട. ദീർഘായുസുള്ള നല്ലൊരു പയ്യനെ അച്ഛൻ കൊണ്ടുതരും. മനസ്സിന് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ 12 കൊല്ലം ജീവിക്കുന്നതിൽ നല്ലത് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഒരു ദിവസം ജീവിക്കുന്നതല്ലേ അച്ഛ. അച്ഛൻ ഞങ്ങളുടെ വിവാഹം എത്രയും വേഗം നടത്തി തരണം. കാവലമ്മേ, അപേക്ഷിച്ചപ്പോഴൊന്നും നീ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. സൂര്യേട്ടന്റെ അസുഖം നീ മാറ്റണം, ദീർഘായുസ് കൊടുക്കണം. ഹലോ, അമ്പലവും കാവും ഒക്കെ ആയിട്ട് കുറച്ചു ദിവസമായിട്ട് ആളെ കാണാൻ കിട്ടുന്നില്ലല്ലോ. എന്തുപറ്റി? പരദൈവങ്ങളോട് ഇത്തിരി പരാതി പറയായിരുന്നു. മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നല്ലേ? നമുക്ക് അപേക്ഷിക്കാനല്ലേ പറ്റൂ. നിശ്ചയിക്കേണ്ടത് ഈശ്വരനല്ലേ? അപേക്ഷിച്ച കേക്കുവോ? കേൾക്കും. വിളിച്ചാ വെളിപ്പുറത്ത് വരണവരാ. പക്ഷെ വിശ്വാസത്തോടെ വിളിക്കണം. അതിര് കിടന്ന് ആരെയും വിശ്വസിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യരുത്. സ്നേഹം എന്ന് വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഒരു നൂൽപ്പാലം പോലെ പൊട്ടി വീഴാൻ ഒരു നിമിഷം മതി. അങ്ങനെ പൊട്ടിയാ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ആവും.
ജീവിതം തന്നെ വേണ്ടാന്ന് തോന്നും. എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ എപ്പോഴും അങ്ങനെ. വിജയത്തെക്കുറിച്ച് മാത്രമല്ല, തോൽവിയെക്കുറിച്ചും ചിന്തിക്കും. അനുഭവങ്ങൾ പഠിപ്പിച്ച അതാണേ. ഇല്ല, ഞാൻ തോൽക്കില്ല. നിന്റെ ജയം എന്റെയും കൂടി ജയല്ലേ? ആ പിന്നെ എന്താ അരങ്ങേറ്റൊന്നും വേണ്ടെന്ന് വെച്ചത്? വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ ഞാൻ സമ്മതിക്കില്ല. കാര്യം എന്താന്ന് വെച്ചാ പറ. ഒന്നുമില്ല. ടീച്ചർ എങ്ങനെ ഫേസ് ചെയ്യുന്ന വെച്ചിട്ടാ? അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. താൻ നൃത്തം ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. എന്താ ചെയ്യില്ലേ? ചെയ്യാം, സൂര്യന് വേണ്ടി. അതിനെന്തിനാ കരയുന്നത്? ഒന്നുമില്ല. അപ്പൊ എല്ലാം എങ്കിൽ ടീച്ചർ തിരിച്ചു കൊണ്ടിരുന്ന കാര്യം ഞാനും ഏറ്റു. ഹലോ, ഈ കരച്ചിലും നിർത്തി. കരയണ കഥ ഇഷ്ടമില്ലാത്ത ആളല്ലേ? എന്റെ സമനില തെറ്റിക്കരുത് കേട്ടോ. എന്തിനാണോ പിച്ചക്കാരെ പോലെ എപ്പോഴും കൈ നീട്ടണേ? എന്റെ കയ്യിൽ ചില്ലി കാശില്ല. അയ്യോ, അതിനല്ല, അങ്ങനെ പിടിച്ചിറക്കാനാ. എല്ലാം ഒലത്തി വിളമ്പി തരാൻ തന്റെ വക്കീലേറ്റതല്ലടോ. രൂപ എത്രയാ എണ്ണി മേടിച്ചേ? അത് വല്ലതും ഓർമ്മയുണ്ടോ? എന്നിട്ട് ഇപ്പൊ കൈ നിർത്തുക എന്ന് പറഞ്ഞ വകുപ്പിനും നിയമത്തിലൊക്കെ ഒരു പരിധിയില്ലേ? എങ്ങനെ ജപ്തി നീട്ടാവുന്നതിന്റെ പരമാവധി നീട്ടിയില്ലേ? എന്നിട്ട് ഇപ്പൊ വക്കീലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓ, ഇതിപ്പോ വസൂരി വന്നവനെ കുഷ്ടം പിടിച്ച പോലെയായി എന്റെ മാധവ. ഞാനിപ്പോ എന്താ ചെയ്യാ? ചന്ദ്രോത്ത് കാരണവന്മാര് പാരമ്പര്യമായിട്ട് കൈ മാറി തന്നത് മാല വരെ ഞാൻ വിറ്റു. അല്ലെങ്കിൽ തന്നെ സ്വർണത്തിനൊക്കെ ഇപ്പൊ തീരെ വില കുറവല്ലേ? പിന്നെ ചന്ദ്രോത്ത വാനക്ക് എന്തോ കിട്ടാനാ? ഇനി എന്റെ കയ്യിൽ ഒരു ചില്ലി കാശില്ല. അളയെ വിഷമിക്കാതിരിക്കും. എല്ലാം ഈ മാധവനേറ്റു. ഉത്സവം അരങ്ങേറ്റം കഴിയുന്നതിന് മുമ്പ് ഇവിടെ ചിലതൊക്കെ നടക്കും. അളയെ ഉഷാറാവും. ഉഷാറാവളിയാ. ഓക്കെ, അളയെ സ്കൂട്ടറിൽ കയറി. അയ്യോ, അത് മാത്രം പറയരുത്. അളിയാ, അയ്യോ, അത് പറയാം. ഇതിനെന്താ കുഴപ്പം? ഇത് പാക്ക് ചെയ്തോളൂ. വേറെ എന്തെങ്കിലും വേണ്ട. നടക്കാവ് നടമുട്ട മാനേകര വാനേകര അരങ്ങണ കയറേ. നടക്കാവ് നടമുട്ട മാനേകര വാനേകര ആരങ്ങണ ആരങ്ങണ വണ്ടി പറടാൻ പോയ. സൂര്യനല്ലേ? അതെ സാർ. എന്നാലാ വണ്ടിയുടെ പുറകെ വിട്. പെട്ടെന്ന് പോട്ടെ, വേഗം പോട്ടെ. സുധാകരൻ ഒന്ന് പെട്ടെന്ന് വിട്. പണിക്കരോ? താനിപ്പോ സ്റ്റേഷനിലാണോ? ഞാനിവിടേക്ക് വന്നിട്ട് 3-4 മാസമായി. മേനോൻ സാറിന് ഇവിടെ. ഇന്നത്തെ ഉത്സവം എന്റെ അളിയന്റെ വകയാ. കേട്ടിട്ടുണ്ടാവും, ചന്ദ്രോത്ത് ഗോവിന്ദ മേനോൻ. ചന്ദ്രോത്ത് ഒന്നും കേൾക്കാത്ത ആളുണ്ടോ ഈ നാട്ടില്? എന്തിനാ കുട്ടി ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? സൂര്യൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. നീ കണ്ടോ? അമ്പലപ്പറമ്പിൽ മുഴുവൻ ഞാൻ നോക്കി, ആളെ കാണാനില്ല. ഈശ്വര, പിന്നെ എവിടെ പോയിട്ടുണ്ടാവോ എന്തോ?
ഒരുമാതിരി ബഹളമാക്കി നീ കുട്ടി അവിടെ എന്തെടുക്കുക? റെഡി ആയില്ലേ ഇതുവരെ? സമയം എത്രയെന്നറിയോ? അച്ഛന്റെയും അമ്മയുടെയും മുത്തച്ഛന്റെയും കാൽക്കൽ നമസ്കരിച്ച് അരങ്ങിലേക്ക് വന്നോളൂ. സൂര്യേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ അച്ഛാ. അവൻ ഇവിടെ എവിടെയെങ്കിലും കാണുമ്പോളെ സൂര്യേട്ടനെ കാണാൻ വേണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ സമ്മതിച്ചത് തന്നെ. നിന്നെ കളിപ്പിക്കാൻ വേണ്ടി ഒളിച്ചു നിൽക്കാവും. ഇപ്പൊ മനസ്സിലെ വേറെ ഒരു ചിന്തയും പാടില്ല. കാവിലമ്മയെ ധ്യാനിച്ച് അരങ്ങത്തേക്ക് ചെല്ലുമോളെ. അരങ്ങേറ്റത്തിലുള്ള സമയം തെറ്റിക്കണ്ട. എന്റെ കാലി കൊണ്ട് അനുഗ്രഹം വാങ്ങിച്ചോളൂ. അല്ല അവിടെ കാർന്നോരുടെ അല്ല ഇവിടെ അല്ല അളിയന്റെ. ഓക്കെ. രാധാ മാധവ യാദവ മന്മഥ പൗർണമിയായി രാധാ മാധവ യാദവ മന്മഥ പൗർണമിയായി രാധാ മാധവ ടൗണിന്ന് വാങ്ങിയതാ. സുമംഗലേക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് കരുതി. അതുകൊണ്ടാ മുന്നറിയിപ്പൊന്നും കൂടാതെ മുങ്ങിയത്. താങ്ക്സ്. ഇതിന്റെ
മൂക്കിലൊക്കെ ചോര. അത് ഒന്നുമില്ല, ഞാൻ വരുന്ന വഴിക്ക് തട്ടി വീണതാ. അതൊന്നല്ല സുരേട്ടാ, നമുക്ക് ഉടനെ ആസ്പത്രി പോവാം. എനിക്കൊന്നുമില്ല സുമംഗലെ, താൻ പോയി ഡ്രസ് ചെയ്യാൻ ചെയ്യും. ഞാൻ ഈ മുഖമൊക്കെ ഒന്ന് കഴുകിട്ട് വരാം. സുരേട്ടാ പറഞ്ഞത് കേക്ക് പ്ലീസ്, ചെല്ലു. നീ എത്തിയോ? എത്തില്ല എന്ന് കരുതിയില്ലേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? വേണ്ട, വലിയ അഭിനയൊന്നും വേണ്ട. ഒരച്ഛനെ പോലെ നിങ്ങളെ ഞാൻ കരുതിയത്. മരിക്കാന്ന് ഉറപ്പിച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഇതിനിടയിൽ ഞാൻ സുമംഗലെ ഇഷ്ടപ്പെട്ടു പോയി. അവൾക്ക് വേണ്ടി ജീവിക്കാൻ കൊതിച്ചു. അത് ഇഷ്ടമല്ലെങ്കിൽ ദാ ഒരു കത്തിയോ കടാരിയോ എന്താന്ന് വെച്ചാൽ നെഞ്ചത്ത് കുത്തിയിറക്ക്, കൊല്ല്. അല്ലാതെ ഇരുട്ടത്ത് തല്ലിക്കൊല്ലാൻ വേണ്ടി കൂലിത്തല്ലുകാരെ അയക്കേണ്ട കാര്യമൊന്നുമില്ല. അളിയ, ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇവൻ എന്തൊക്കെയാ ഈ പറയണേ? കൊല്ലാൻ ആളയച്ചു എന്നോ? ആര്? അളിയൻ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് അളിയനാണ് വേണ്ടത്. അളിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഉത്സവം കഴിയുമ്പോ ഇവിടെ ചിലതൊക്കെ നടക്കുമെന്ന് അളിയോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? അവനെ തട്ടാൻ ആളെ അയച്ചത് ഞാനാണ്. നീ എന്നെ കൊലമരത്തി കയറ്റി അടങ്ങൂല്ലേ? അല്ല, അളിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ. മതി, സഹായിച്ചോടത്തോളം മതി. ഇനി എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. സൂര്യല്ലേ? കാവിലമ്മേ, പരദൈവങ്ങളെ, കാക്കാവുന്നിടത്തോളം കാത്തു, പിടിച്ചു നിൽക്കാവുന്നിടത്തോളം നിന്നു. ഇനി വയ്യ. അറിഞ്ഞുകൊണ്ട് ഇന്നോളം ആരെയും ദ്രോഹിച്ചിട്ടില്ല. അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കൊക്കെ മാപ്പ് തന്ന് എന്റെ ആയുസ് എടുത്തോളൂ നാഗത്താന്മാരെ. വിട്. ഇല്ല, എന്നെ വിടാൻ പറഞ്ഞില്ലേ? എനിക്കിനി ജീവിക്കണ്ട. ആരുടെ ആയുസും വേണ്ട, ഔദാര്യവും വേണ്ട. എന്നെ വിടാൻ. ഇല്ല, വിടില്ല. ഒരു മരണത്തിന്റെ ശാപം ഏറ്റുകൊണ്ടാണ് ഞാൻ ഈ നാട്ടിൽ വന്നത്. ഇനി നിങ്ങളായിട്ട് മറ്റൊരു ശാപം കൂടി എന്റെ തലയെ കെട്ടിവെക്കരുത്. അതിനെ ഞാൻ സമ്മതിക്കില്ല. എന്താ നീ പറഞ്ഞേ? മരണത്തിന്റെ ശാപോ? അപ്പൊ നീ ആരെയോ കൊന്നിട്ടാണ് വന്നതല്ലേ? ഇല്ല. സത്യം പറ, നീ ആരെ കൊന്നിട്ടാ വന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല. എല്ലാവരെയും അതിരിടന്ന് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അങ്ങനെ സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയത് എന്താണെന്നറിയോ? അവൾക്ക് നീ എന്ന് പറഞ്ഞ ജീവന, അറിയോ? എനിക്ക് പ്രിയയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലമ്മേ. പക്ഷേ മനസ്സുകൊണ്ട് ഒരിക്കലും അവളെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ എനിക്ക് കഴിയണില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ഞാനും ഏട്ടനും അവൾ നിനക്കുള്ളതാണെന്ന് തീരുമാനിച്ചതാ. അച്ഛന്റെ ആഗ്രഹം അതന്നെയായിരുന്നു. അമ്മാവനോട് ഞാൻ പറഞ്ഞോളാം. വേണ്ട, ഇനി അങ്ങനെ പറഞ്ഞാൽ പണവും പ്രതാപവും ഇല്ലാത്തതുകൊണ്ട് നമ്മളവരെ മനഃപൂർവ്വം തഴഞ്ഞതാണെന്നേ ഏട്ടൻ കരുതും. അവൾക്ക് നല്ലൊരു പയ്യനെ ഞാൻ കണ്ടുപിടിക്കാമേ. അവൾക്ക് പയ്യനെ കണ്ടുപിടിക്കാൻ നീ കഷ്ടപ്പെടണമെന്നില്ല. നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റുമല്ലോ എന്ന് അറിഞ്ഞാ കൊള്ളാം. നോക്ക്, നിനക്ക് അമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറയരുത്. പറഞ്ഞ അമ്മയെന്ന് വിളിച്ചാ വിളി കേൾക്കാൻ പിന്നെ ഞാൻ ഉണ്ടാവില്ല. പറയും മോനെ, നാളും മുഹൂർത്തമൊക്കെ നിശ്ചയിച്ചിട്ടാണ് അമ്മാവൻ വന്നിരിക്കുന്നത്. ഞാൻ എന്താ പറയണ്ടേ? അമ്മയെന്ന് വിളിച്ചാ വിളി കേൾക്കാൻ എന്നും അമ്മ എന്റെ കൂടെ ഉണ്ടാവണം. മോനെ എവിടേക്കാ? എസ്റ്റേറ്റ് വരെ. പ്രിയ വന്നില്ല എങ്കിലേ? അവളിതാ മുറ്റത്തെ പുല്ലും പൂവൊക്കെ പറിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ വരട്ടെ. രാജലക്ഷ്മി വല്ലതും പറഞ്ഞോ? ഒക്കെ നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ. അപ്പോ ആദ്യത്തെ മുഹൂർത്തത്തിൽ തന്നെ ആവാം അല്ലേ ലക്ഷ്മി? ഏട്ടൻ തീരുമാനിക്കുന്നതിനപ്പുറം ഒരു അഭിപ്രായവും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. സൂര്യേട്ടാ, സൂര്യേട്ടാ, എന്തു പറ്റി പ്രിയേ? അച്ഛനോടും ആന്റിയോടും തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഏട്ടൻ വിചാരിച്ചാലേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. കാര്യം എന്താന്ന് പറഞ്ഞാലല്ലേ? എനിക്ക് എനിക്ക്
വേറൊരാളെ ഇഷ്ടമാണ്. കല്യാണം കഴിക്കുന്നെങ്കിൽ അയാളെ അല്ലാതെ. ഇത്രേ ഉള്ളോ? ഡോണ്ട് വറി, ഈ പ്രോബ്ലം പുഷ്പം പോലെ ഞാൻ സോൾവ് ചെയ്തു തരാം. പോരെ? ഏട്ടൻ എന്നോട് വിരോധമൊന്നുമില്ലല്ലോ? വിരോധോ? ഇപ്പോഴാണ് എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹം. അപ്പോ സത്യമായിട്ടും സൂര്യൻ എന്നോട് ദേഷ്യമില്ലല്ലേ? എടി പെണ്ണെ, സ്നേഹം എന്ന് പറയണത് പിടിച്ചു വാങ്ങേണ്ടതല്ല, ഉള്ളിന്റെ ഉള്ളിൽ തോന്നേണ്ടതാ. അതെ, ആരാ കക്ഷി? സാംസങ് പ്രോഡക്ട്സിലെ മാനേജരാ. എന്താ പേര്? ശ്രീപ്രകാശ്. ആ, ശ്രീപ്രകാശിനെ ഏട്ടനെ ആന്റി ഒക്കെ അറിയാം. നമ്മുടെ വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിപ്പിച്ചോണ്ടാ അച്ഛൻ വന്നിരിക്കണേ. ഈ കാര്യം അറിയുമ്പോ എന്ത് ഭൂകമ്പം ഉണ്ടാവാൻ പോണെന്നറിയില്ല. ഒരു ഭൂകമ്പം ഉണ്ടാവാൻ പോണില്ല. നമുക്ക് ഈ മാരേജ് ഒരു ത്രില്ലാക്കണം. തൽക്കാലം കാര്യങ്ങൾ കാരണവന്മാരുടെ വഴിക്ക് തന്നെ പോട്ടെ. മുഹൂർത്ത ദിവസം നീ നിന്റെ കക്ഷിയോട് മണ്ഡപത്തിലെത്താൻ പറയാ. അവിടെ വെച്ച് നമ്മൾ സസ്പെൻസ് പൊട്ടിക്കുന്നു. രാജലക്ഷ്മി അമ്മയും GRC അമ്മയും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അമ്പരക്കുന്നു. നിന്റെയും നിന്റെ സാംസൺ മാനേജറുടെയും സ്വയംവരം ദാ ഈ സൂര്യേട്ടന്റെ മേൽനോട്ടത്തിൽ നമ്മൾ പൊടി പൊടിക്കുന്നു. ഹൗ ഇസ് ഇറ്റ്? ഇരിക്കൂ. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഞാൻ ഒരുങ്ങി തന്നെ നിൽക്കണേ. ഇങ്ങനെയാണോ ഒരുങ്ങുന്നത്? മുഹൂർത്തത്തിന് ഇനി സമയമുണ്ടല്ലോ അമ്മേ. സമയമാകുമ്പോ കിടന്ന് ടെൻഷൻ അടിക്കാൻ എനിക്ക് വയ്യ. ചെല്ലു സൂര്യ. മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോട്ടെ. മുഹൂർത്തത്തിന് ഇനി സമയമുണ്ടല്ലോ ലക്ഷ്മി, ഇപ്പഴേ പിടിച്ചെടുക്കണോ? എന്നാ നിങ്ങൾ റെസ്റ്റ് റൂമിലേക്ക് പോയിരുന്നോളൂ. ചുറ്റി കളിക്കണേ? അല്ല, എനിക്ക് പ്രിയോട് വളരെ സീരിയസ് ആയിട്ടൊരു മാറ്റർ ചോദിക്കാൻ. ചോദിക്കാനും പറയാനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. നിന്റെ കയ്യിലല്ലേ ഏൽപ്പിക്കാൻ പോണത് അവളെ? വേഷം കെട്ടാ ചെന്ന് ഒരുങ്ങി സൂര്യ. ചെല്ലേ. എന്താ ചേച്ചി താമസം? മുഹൂർത്തമായല്ലോ. അത് തുടങ്ങായി. എന്ത് പറ്റി? മനസ്സുകൊണ്ട് ഒരിക്കലും എന്നെ ഭാര്യയാക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളുടെ കുഞ്ഞിനെയാണ് ഞാൻ വയറ്റി ചുമക്കുന്നതെന്ന് അറിഞ്ഞ ഈ നിമിഷം എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. സൂര്യേട്ടൻ പറഞ്ഞതുപോലെ സ്നേഹം ആരോടും പിടിച്ചു വാങ്ങാനാവില്ലല്ലോ. ആ സ്നേഹത്തിന് ദീർഘായുസുണ്ടാവില്ല. നേരത്തെ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ ഈ വേഷം കെട്ടലെങ്കിലും ഒഴിവാക്കാമായിരുന്നു. ഇനി ഈ വെടിവേഷം കെട്ടി കാത്തിരിക്കാൻ വയ്യ. ഞാൻ ഗർഭിണിയാണെന്ന സത്യം മറച്ചു വെച്ചതിന് മാപ്പ്. എനിക്ക് പ്രിയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലമ്മേ, പക്ഷേ മനസ്സുകൊണ്ട് അവളെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ എനിക്ക് കഴിയണില്ല. എന്തൊക്കെയാ കുട്ടി എഴുതിയിരിക്കണേ? എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായി. അമ്മേ, ഇനി ആ നാവ് കൊണ്ട് എന്നെ അമ്മയെന്ന് വിളിക്കരുത്. ഇറങ്ങണ പുറത്ത്. അമ്മേ, ശപിക്കപ്പെട്ടവനെ, എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞാണോടാ നീ? സീരിയസ് അവളോട് പറയണമെന്ന് വിചാരിച്ചിരുന്നല്ലേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ എന്ത് പറഞ്ഞു?
അറിയില്ല അല്ലേ? വായിച്ചു നോക്ക്. ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നടാ ഇവളെ? അമ്മേ അഫേത് ഞാനല്ല. വേണ്ട, ഒരക്ഷരം നീ വേണ്ടി പോരുത്. എനിക്കെല്ലാം മനസ്സിലായി. ഇറങ്ങി പോടാ അവിടുന്ന്. അമ്മേ ഞാൻ പോ അവിടുന്ന്. എനിക്ക് നിന്നെ കാണണ്ട. ഞാൻ ചത്ത എന്റെ ചിതയ്ക്ക് കൊള്ളി വെക്കാൻ പോലും നീ വരണ്ട. ഇറങ്ങി പോടാ അവിടുന്ന്. എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയതുപോലെ അമ്മ തളർന്നു വീഴുന്നത് കണ്ടപ്പോ ചങ്ക് പിടച്ചു. പക്ഷെ നിന്നിടത്ത് നിന്ന് അനങ്ങാനായില്ല. കണ്ണിലാകെ ഇരുട്ട് കയറിയതുപോലെ തിരിഞ്ഞു നടന്നു. എത്ര ദൂരം എന്നറിയില്ല, എത്ര സമയം എന്നറിയില്ല. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോ, സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ ആരും ഇല്ലെന്ന് തോന്നിയപ്പോ ജീവനൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ നിങ്ങൾ അതിനെ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇത്രയും ആയുസ് കൂട്ടിക്കിട്ടി. നന്ദി. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെയൊക്കെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഞാനീ കേട്ടതൊക്കെ സത്യമാണോ അതോ കഥയോ? ഇതിലേതാണ് സത്യം, ഏതാണ് കഥ? കഥയും കടങ്കഥയും സത്യവും അസത്യവും ഒക്കെ കൂടിയതാണ് എന്റെ ജീവിതം. സ്നേഹിക്കുന്നവരെയൊക്കെ കരയിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അച്ഛനോട് വിഷമവും തോന്നണ്ട. പിറന്നു വീണ തറവാടും ഓടിക്കളിച്ച മിറ്റവും അന്തിത്തിരി കൊളുത്തുന്ന കാരണവന്മാരുടെ അസ്ഥിത്രയും കാലാകാലങ്ങളായി കാത്തുവന്ന പരദൈവങ്ങളെയൊക്കെ വിട്ട് ഒരു ദിവസം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് വന്നപ്പോ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു പോയതാ. നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ലല്ലോ ഈശ്വര നിശ്ചയം. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് അല്ലേ? സൂര്യൻ എന്നൊരാളോട് ഇല്ലേ? അവനെ ഒന്ന് കാണാൻ വന്നതാ ഞങ്ങള്. ഞാൻ അമ്മാവൻ, ഇത് അമ്മ. നമസ്കാരം. അകത്തേക്ക് ഇരിക്കാം. ആ, നിങ്ങൾ സംസാരിക്കുക, ഞാൻ ജീപ്പിലിരിക്കാം. സൂര്യന്റെ അമ്മയും അമ്മാവനാ. ഇരിക്കാം. ആ, മോള് പോയി സൂര്യനെ വിളിക്ക്. CI സേതുമാധവന്റെ മെസ്സേജ് വെളുപ്പിനാ കിട്ടിയത്. അപ്പൊ തന്നെ പുറപ്പെട്ടു. വിവരങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? അറിയാം. ജീവിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ മോഷം കിട്ടിയതുപോലെയായി. ആൾ ഉറക്കക്ഷീണത്തിലാവും. ഇന്നലെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവവും മോളുടെ അരങ്ങേറ്റം ഒക്കെ ആയിരുന്നു. അവനെ ഒരു നോക്ക് കാണാൻ കാൽക്കല്ല് വീണ് മാപ്പ് ചോദിക്കാൻ വന്നതാണ് ഞാൻ. സത്യം എന്താണെന്ന് അറിയാതെ എന്റെ മോനെ ഒരുപാട് വേദനിപ്പിച്ചു. സൂര്യേട്ടാ, 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 അച്ഛ സൂര്യേട്ട മുറിയിലില്ല. നീ ശരിക്കും നോക്കിയോ? നോക്കി അവിടെ എങ്ങുമില്ല. പിന്നെ എവിടെ പോവാനാ? ഞാൻ നോക്കാം. അളിയാ, അറിഞ്ഞോ? അവന് തട്ട് കിട്ടി. ആർക്ക്? സൂര്യന്. കാർ ആക്സിഡന്റാ. ഗവൺമെന്റ് ആശുപത്രിയിലുണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവന്റെ കാറ്റ് പോവും. എന്റെ മോനെ സൂര്യ, ആരായത്? കൊണ്ടുപോയല്ലേ എന്റെ മോനെ?
സൂര്യനല്ല, ഇതാണ് സൂര്യദാസ്, യഥാർത്ഥ കഥാകൃത്ത്. അപ്പൊ എന്റെ മോൻ സൂര്യ എവിടെ? ഡോക്ടർ, CI സേതുമാധവന് ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അവരിപ്പോഴും എത്തും. ദേ ആർ ഓൺ ദെയർ വേ. ഡോക്ടർ, ശരിക്കും പ്രകാശിന്റെ അസുഖം എന്താ? വോക്കൽ കോഡിൽ ക്യാൻസർ ആണ്. ഇപ്പോഴത് ബ്രെയിനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഒരു നിയന്ത്രണവും ഇല്ലാത്ത പുകവലിയും മദ്യപാനവും ഒക്കെ അല്ലായിരുന്നു അതിന്റെ ശിക്ഷ. ഈ ഓപ്പറേഷൻ കൊണ്ട് വലിയ ഹോപ്പൊന്നുമില്ല. എങ്കിലും നമ്മൾ ശ്രമിച്ചില്ല എന്ന് വേണ്ട. സൂര്യന്റെ മദർ ഇവിടെ അഡ്മിറ്റ് ആയിരുന്നപ്പോ പുള്ളിക്കാരൻ ദിവസം ഇവിടെ വന്ന് വിവരങ്ങൾ അന്വേഷിക്കലും മാപ്പുറയിലും ഒക്കെ ആയിരുന്നു. മരണം മുന്നിൽ കാണുമ്പോഴാണല്ലോ പലരും പിന്നോട്ട് തിരിഞ്ഞു നോക്കുക. എനിക്ക് സമാധാനമായി. തന്നെ കണ്ടെത്തുന്നവരെങ്കിലും എന്റെ ജീവൻ എടുക്കരുതേ എന്നായിരുന്നു പ്രാർത്ഥന. അത് ഈശ്വരൻ സാധിച്ചു തന്നു. പ്രകാശ്, ഡോൺ വറി, തനിക്കൊന്നും സംഭവിക്കില്ല. സംഭവിച്ചാലും എനിക്ക് സന്തോഷമുള്ളൂ സൂര്യ. അങ്ങനെയെങ്കിലും പ്രിയയോടും അവളുടെ വയറ്റിക്കുരുത്ത് എന്റെ കുഞ്ഞിനോടും ചെയ്ത തെറ്റിന് പ്രായശ്ചിത്താവുമല്ലോ. സൂര്യ, സൂര്യ, സൂര്യ. അമ്മേ, ഞാൻ ഏറ്റ വാക്ക് പാലിച്ചിരിക്കുന്നു. എല്ലാ തെറ്റുകൾക്കും ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു. പോട്ടെ സൂര്യ. പോയിട്ട് വരാമെന്ന് പറയും മോനെ. ഇല്ല, ഞാൻ പറഞ്ഞ കള്ളത്തരം വിശ്വസിച്ച് കല്യാണ മണ്ഡപത്തിൽ എന്നെ കാത്തിരുന്ന് അപ്രിയ പോയത്. ഇനി എത്രയും പെട്ടെന്ന് അവളുടെ അടുത്തെത്തണം. അത്രയേ ഉള്ളൂ മോഹം. ഒന്ന് വാർപ്പൊന്ന് 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 കസേര ഒന്ന്. ഇല്ല, ഈ വിളക്കെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് ഞങ്ങൾ തരില്ല. വിട് കുട്ടികളെ, ഇത് ഞങ്ങളുടെ ജോലിയാ, അത് തടസ്സപ്പെടുത്തരുത്. പറ്റില്ല. അയ്യോ, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ വിളക്ക് മാത്രം കൊണ്ടുപോകരുത്. അമ്മേ, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. മോളെ, കിച്ചണിടാ. മോളെ, അച്ഛാ. മോളെ, കരഞ്ഞ് ബഹളം ഉണ്ടാക്കണ്ട. അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോട്ടെ. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇത്രയും വലിയ കടം വരാനും മാത്രം എന്താ ഉണ്ടായേ? ഇതിനിപ്പോ എന്താ ഉത്തരം പറയാ? നമ്മുടെ കർമ്മദോഷം. മോനെ, ഒരു വാക്ക് അച്ഛനോടെങ്കിലും നിനക്ക് പറയാമായിരുന്നില്ലേ? ചങ്കിനകത്ത് ഇത്രയും വലിയൊരു തീ ഒറ്റയ്ക്ക് നോക്കണമായിരുന്നു. ആളെയും എന്ത് പണിയായി കാണിച്ചത്? ഇവരെ എന്നെ ഒന്ന് അറിയിക്കാൻ പാടില്ലായിരുന്നോ? കോർട്ടിൽ നിന്ന് സ്റ്റേ വാങ്ങായിരുന്നല്ലോ. വിവരം അറിഞ്ഞ് പാവമല്ലാണ്ടായി. നാട്ടുകാരുടെ മുമ്പിൽ ഇനി എങ്ങനെ തലപൊക്കി നടക്കുക? മതി മതി, എരുതിയിൽ എന്നെ ഒഴിക്കണ്ട. നീ ആ കുട്ടികളെ വിളിച്ച് സമാധാനിപ്പിക്കും. തലപൊക്കാൻ നടക്കും. അവൻ വന്നിട്ടുണ്ടോ? ആലുമുറ്റത്ത് മൊയ്തീൻ ഹാജിയുടെ പുന്നാരമോൻ മൂസാക്കുട്ടി? ഇല്ല, അവന്റെ വക്കീൽ വന്നിട്ടുണ്ട്. അവന്റെ മുഖത്ത് നോക്കി എനിക്ക് 4 മൊഴി പറയാം. മാധവ, വഴക്കിന് ഒച്ചപ്പാടൊന്നും അച്ഛൻ വെറുതെ ഇരിക്കും. മാധവ, വിഷമിക്കണ്ട. പോണതൊക്കെ പൊയ്ക്കോട്ടെ. മനസ്സ് തളരരുത്. നിങ്ങൾ തളർന്നാ പിന്നെ ഇല്ല, എനിക്കിപ്പോ ഒരു വിഷമമില്ല. ആകെ മുങ്ങിയ പിന്നെ കുളിരുണ്ടാവില്ലല്ലോ. സെയിൽ ഓഫീസർ? യെസ്. ഈ ജപ്തി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഇഞ്ചക്ഷൻ ഓർഡറാ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? ക്ഷണം. സെൻസ് ഇല്ലാത്ത തനിക്ക് പണത്തിന് വേണ്ടി ഏത് ക്രിമിനലിനും കൂട്ടു നിൽക്കുന്ന തന്നെ പോലുള്ള ചെറ്റകളാ വക്കീലന്മാരുടെയും കോടതിയുടെയൊക്കെ ശാപം. ചന്ദ്രോത്ത് ഗോവിന്ദമെന്നെ ചതിച്ചിട്ടേ മൂസാക്കുട്ടിയെ വാഴിക്കാനൊന്നും തങ്ങരുതുണ്ട്. ദിസ് ഇസ് എ ക്ലിയർ ചീറ്റിംഗ് കേസ്. അതൊക്കെ കോടതി കാണാം. ഹലോ, ഇതൊക്കെ എടുത്തെടുത്ത് തിരിച്ചു വെപ്പിച്ചിട്ടേ പോകാവൂ. എടുത്ത് വെച്ചു കൊടുക്കടാ പ്ലീസ്. സൂര്യ, യു ഹാവ് ഡൺ ഇറ്റ്. താങ്ക് യു. സൂര്യ, ഇതിനെങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മകളുടെ സ്നേഹമാണ് എന്റെ മോനെ ദീർഘായുസ് കൊടുത്തത്.
എവിടെ മോള്? ഞാൻ വിളിക്കാം. മോളെ, എന്റെ സൂര്യനെ ജീവനോടെ തിരിച്ചു തന്നത് നീയാണ്. അതുകൊണ്ട് തന്നെ ജീവിതാവസാനം വരെ നീ ഇവന്റെ കൂടെ വേണമെന്ന് പറയാനാണ് ഞങ്ങൾ വന്നത്. സൂര്യ, തക്ക സമയത്ത് വന്ന് നീ ചന്ദ്രോത്തുകാരുടെ മണ്ണും മാനവും രക്ഷിച്ചു. നിങ്ങൾക്ക് 100 ആയുസ. ആയുഷ്മാൻ ഭവാൻ.